ഓക്കെ, വെൽക്കം ടു ഡ്രീം ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്, അതായത് മെട്രിക്സ് എന്ന യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ സിലബസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഡിറ്റർമിനൻസ്. ഓക്കെ, ഈ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് മെട്രിക്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല, മെട്രിക്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മെട്രിക്സ് പഠിച്ചു, ആ മെട്രിക്സുകൾക്ക് നമുക്ക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതായത് എല്ലാ മെട്രിക്സുകൾക്കും നമുക്ക് സാധിക്കില്ല, സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ നമുക്ക് ഡിറ്റർമിനൻസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട് വിചാരിക്കും. സ്ക്വയർ മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് ഡിറ്റർമിനൻസ് എന്നുള്ള കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു മെട്രിക്സ് എൻ്റെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്, A=1. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, കാരണം ഇതിലുള്ള നമ്പർ ഓഫ് റോസ് എത്രയാണ്? നമ്പർ ഓഫ് റോസ് 1 ആണ്, നമ്പർ ഓഫ് കോളംസും 1 ആണ്. അതായത് റോസിൻ്റെ എണ്ണം 1 ആണ്, കോളംസിൻ്റെ എണ്ണം 1 ആണ്. സോ ഇതിൻ്റെ ഓർഡർ 1/1. ഈ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. സോ എനിക്കിതിന് സിമ്പിളായിട്ട് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ ഇനി മറ്റൊരു മെട്രിക്സ് ഞാൻ എടുക്കുകയാണ്, B=1 2 3 4. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2. അതായത് 2 റോ 2 കോളം. സോ ഈ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. സിംപ്ലി ഇതിനും എനിക്ക് ഡിറ്റർമിനൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ എന്ത് ചെയ്യാൻ കഴിയും? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഞാൻ മറ്റൊരു മെട്രിക്സ് എടുക്കുകയാണ്, ഒരു C എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുകയാണ്. ഒരു 3/3 മെട്രിക്സ് ആണ്. ഒരു 1 2 3 4 5 6 7 8 9. ഓക്കെ, സോ ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെയും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സോ ഈ സ്ക്വയർ മെട്രിക്സിനും എനിക്ക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ 3 ടൈപ്പ്, അതായത് 1/1 ഓർഡർ വരുന്ന, അതായത് 1 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ്, 2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ്, 3 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ്. ഈ 3 ടൈപ്പ് ഓഫ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. 4/4 5/5 അവിടെയൊക്കെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, പക്ഷേ അത് നമ്മളെ പഠിക്കാനില്ല, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ നമുക്ക് ഈ 3 ടൈപ്പ് മെട്രിക്സുകളുടെ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് വെറുതെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യുന്നതാവും കൂടുതൽ കുറച്ചും കൂടി നമുക്ക് സൗകര്യപ്രദമായിട്ട് ഫീൽ ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഓരോ 1/1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അതായത് A എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ മെട്രിക്സ് എന്ന് പറയുന്നത് സിംപ്ലി മെട്രിക്സ് 1. അതായത് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു റോ ഒരു കോളം. സോ മെട്രിക്സ് 1 എന്ന് പറയുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ പറയുന്നതിന് മുന്നേ ഡിറ്റർമിനൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ മെട്രിക്സ് A, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് 2 രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഡിറ്റ് A, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, ഓർ ഡിറ്റർമിനൻറ്റ് A. ഇങ്ങനെ 2 വരച്ച് അതിൻ്റെ ഉള്ളിൽ A എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് A എന്നാണ് റീഡ് ചെയ്യുന്നത്. സോ ഈ 2 രീതിയിൽ നമുക്ക് ഡിറ്റർമിനൻറ്റിനെ എന്ത് ചെയ്യാൻ കഴിയും? ഡിനോട്ട് ചെയ്യാൻ കഴിയും. സോ മനസ്സിലാക്കി വെക്കുക, ഡിറ്റർമിനൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കി വെക്കുക. ഇനി ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ്. അതായത് ഡിറ്റർമിനൻറ്റ് A. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 1/1. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്താണോ അത് തന്നെയാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ്. അതായത് 1/1 ഓർഡർ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. 1/1 ഓർഡർ ആയതുകൊണ്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ അത് തന്നെയാണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വരെ എന്താണ്? 1 ആണ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരിക. ഞാൻ മറ്റൊരു മെട്രിക്സ് എടുത്തു വിചാരിക്കുക, B=ഒരു 5 എടുത്തു. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിൻ്റെ ഓർഡർ 1/1 ആണ്, ഇതിലുള്ള എലമെൻറ്റ് 5 ആണ്. സോ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് B അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് B. ഇത് രണ്ടും ഡിറ്റർമിനൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ്. സോ ഡിറ്റർമിനൻ്റ് B എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ അത് തന്നെയാണ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
5 ആയിരിക്കും. ഇനി മറ്റൊരു മെട്രിക്സ് സി ഈക്വൽ ടു ഒരു -8 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് സി ഈക്വൽ ടു ഇറ്റ്സ് -8. ഓക്കെ, സോ 1/1 ഓർഡർ ആയിട്ടുള്ള മെട്രിക്സുകളുടെ ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ആ മെട്രിക്സിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ അത് തന്നെയായിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 2/2 മെട്രിക്സുകളുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പോകുന്ന മെത്തേഡാണ്. സോ അത് കുറച്ചും കൂടി ഈ 1/1 കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 2/2 മെട്രിക്സുകളുടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ. സോ നമുക്ക് ഇതേപോലെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 2/2 മെട്രിക്സുകളുടെ ഡിറ്റർമിനൻറ്റ് ഞാനൊരു സിംപ്ലി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ആദ്യം കാണിച്ചു തരാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ABCD. എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് ഞാൻ എടുത്തത് എന്താണ്? ABCD. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ മെട്രിക്സ് 2 റോസും 2 കോളംസും ആണുള്ളത്. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ സിംപ്ലി 2/2 ആണ്. സോ എ എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് A ഇൻറ്റു D, എയും ഡിയും മൾട്ടിപ്ലൈ ചെയ്യുക. A ഇൻറ്റു D മൈനസ് ബിയും സിയും തമ്മിൽ എന്ത് ചെയ്യുക? ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ. അതായത് 2/2 മെട്രിക്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് ഡിറ്റർമിനൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ എലമെൻസിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് ABCD എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? AD മൈനസ് BC, A ഇൻറ്റു D മൈനസ് B ഇൻറ്റു C. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു B എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് നേരത്തെ എഴുതി തന്നെ എടുക്കാം. 1 2 3 4. ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2. അതായത് ഇതിൽ 2 റോ 2 കോളം. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനൻറ്റ് B ഈക്വൽ ടു, അതായത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞു. അതായത് 1 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 2. അതായത് 1 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 2. ഇതായിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത്. അതായത് എന്ത് വരും? 1 ഇൻറ്റു 4 മീൻസ് 1 into 4 equal to 4 and 3 into 2 equal to 6. So it will be 4 minus 6. 4 minus 6 equal to minus 2. ഓക്കെ, അതായത് 2/2 മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ് ഇതിൻ്റെ ഓർഡർ. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? -2 വരും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമായിരിക്കും. അതായത് ഒരു എക്സാക്റ്റ് നമ്പർ ആയിരിക്കും ഡിറ്റർമിനൻറ്റ്. അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംപ്ലി ഒരു നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വെറും -2 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ്. ഇനി ഒരൊറ്റ എക്സാമ്പിളും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് 3/3ലേക്ക് മൂവ് ചെയ്യാം. ഇതാ ഞാൻ ഒരു C എന്ന മെട്രിക്സ് എടുക്കുകയാണ്. ഒരു 5 -8 3 -4. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഡിറ്റർമിനൻറ്റ് C എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് എന്ത് വരും? 5 - 4 മൾട്ടിപ്ലൈ ചെയ്യുക, 3 - 8 മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അതായത് 5 ഇൻറ്റു -4 5 ഇൻറ്റു -4 മൈനസ് 3 ഇൻറ്റു -8. ഇതായിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരും. ഞാൻ ഈ ഒരു എക്സാമ്പിൾ എഴുതാൻ കാരണം ഈ നെഗറ്റീവിൻ്റെ കൺഫ്യൂഷൻ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി നമ്മൾ കോൺഷ്യസ് ആവണം. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത് 5 ഇൻറ്റു -4 മൈനസ് 3 ഇൻറ്റു -8. ഓക്കെ, ഇതെന്ത് വരും? 5 ഇൻറ്റു -4 ഈക്വൽ ടു -20 മൈനസ് 3 ഇൻറ്റു -8. 3 ഇൻറ്റു -8 ഈക്വൽ ടു -24. So -20 minus -24. -20 minus -24. ഈ മൈനസ് എന്തായി മാറും? പ്ലസ് ആയി മാറും. 2 മൈനസ് ഇങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താക്കി എഴുതാം? പ്ലസ് ആക്കി എഴുതാം. സോ ഇറ്റ് വിൽ ബി -20 പ്ലസ് 24. അതായത് -20 പ്ലസ് 24. ഓക്കെ, -20 പ്ലസ് 24ൻ്റെ വാല്യൂ എന്ത് വരും? -20 പ്ലസ് 24 ഈക്വൽ ടു 4. സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. 1 ഓർഡറുള്ള 1/1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് 3/3
മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിലുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് 3/3 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതിലോട്ടാണ്. അത് നമ്മൾ 2/2 പറഞ്ഞ പോലെയല്ല, കുറച്ചും കൂടി ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് 3/3 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. അത് നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു മാട്രിക്സ് എടുത്തു, A = ഒരു 1 2 3 4 5 6 7 8 9. ഓക്കെ, ഒരു 3/3 മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 3/3 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് റോ, നിങ്ങൾക്ക് റോയോ കോളോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള നിലക്ക് കൺഫ്യൂഷനായി പോകാതൊക്കെ നമ്മളെപ്പോഴും ഫസ്റ്റ് റോ ചൂസ് ചെയ്യാം. ഫസ്റ്റ് റോ ചൂസ് ചെയ്തു. ഫസ്റ്റ് റോ ഏതാണ്? 1 2 3. ഓക്കെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യാം. 1 ഇൻറ്റു 1 വരുന്ന റോയും കോളും നമ്മൾ ഡിലീറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു റോയോ കോളമോ നമ്മൾ ചൂസ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് റോ ചൂസ് ചെയ്തു. 1 2 3 ആണ് ഞാൻ ചൂസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് എലമെൻറ്റിനെ ഞാൻ വീണ്ടും ചൂസ് ചെയ്തു. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ആ 1 ഇൻറ്റു ഇനി ആ 1 വരുന്ന നമ്മൾ ചൂസ് ചെയ്ത എലമെൻറ്റ് വരുന്ന 1 വരുന്ന റോയും കോളും നമ്മൾ ഡിലീറ്റ് ചെയ്യാം. 1 വരുന്ന റോയും കോളും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് 1 വരുന്ന കോളം, ഇതാണ് 1 വരുന്ന റോ. അത് രണ്ടും ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് എന്താണ്? 5 6 8 9. 5 6 8 9. അപ്പോൾ 1 ഇൻറ്റു ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ്, അതായത് 5 6 8 9. ഓക്കെ, ഡിറ്റർമിനൻറ്റ് നമ്മളിപ്പോൾ ഒരു മെട്രിക്സ്, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഒരു മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 1 2 3 4. ഇതൊരു മെട്രിക്സ് ആണ്. ഇനി ഇതേ സ്ഥാനത്ത് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻറ്റ് 1 2 3 4 ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇങ്ങനെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മീനിങ്. ഇങ്ങനെ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്താൽ, റെക്ടാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മെട്രിക്സ് ആണ്. ഇനി അതേ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ 2 ലൈന് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്പേഴ്സിനെ റെക്ടാങ്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. സോ ഇത് ഡിറ്റർമിനൻ്റ് ആണ് ഈ ഒരു സൈഡിൽ ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഞാനിവിടെ ഈ ഒരു നൊട്ടേഷൻ വന്നുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ കൂടുതൽ ബോധറാവണ്ട. അപ്പോൾ നോക്കൂ, നമ്മൾ 3/3ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയറാണ് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് റോ ചൂസ് ചെയ്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ചൂസ് ചെയ്തു. ഇനി 1 ഇൻറ്റു 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യാം. 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരുന്ന റോ ഇതാണ്, 1 വരുന്ന കോളം. അതായത് നമ്മൾ ചൂസ് ചെയ്ത എലമെൻറ്റ്, ഇവിടെ ചൂസ് ചെയ്ത എലമെൻറ്റ് 1 ആയതുകൊണ്ടാണ് 1 വരുന്നത് എന്ന് പറയുന്നത്. ചൂസ് ചെയ്ത എലമെൻറ്റ് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ഈ റോ ഈ കോളം ഡിലീറ്റ് ചെയ്തു. ബാലൻസ് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 5 6 8 9. സോ 5 6 8 9ൻ്റെ ഡിറ്റർമിനൻറ്റ് ഇത് 2/2 ആണല്ലോ. ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ 1 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് മൈനസ്, നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട സിമ്പിൾ എന്ന് പറയുന്നത് മൈനസ് ആണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ആ ഫസ്റ്റ് റോയിലെ നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1 കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 2 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. 2 വരുന്ന റോ ഏതാണ്? 1 2 3. 2 വരുന്ന കോളം ഏതാണ്? 2 5 8. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നത് എന്താണ്? 4 6 7 9. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 4 6 7 9. ഓക്കെ, മൈനസ് ഇട്ടു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ്. ഇത് ഈ സൈൻ ഇട്ട് പോകുന്നത് ഈ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഫസ്റ്റ് 1ൻ്റെ മുന്നിൽ പ്ലസ് ആണ്, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ് മീനിങ്. പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ 1 ചൂസ് ചെയ്തു. 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തു. ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് മൈനസ് 2 ചൂസ് ചെയ്തു. ഇൻറ്റു 2 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ്. ഇനി അടുത്ത എലമെൻറ്റ് 3 ചൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് എലമെൻറ്റ് 3 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് 3 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ എന്ത് വരും? 3 വരുന്ന റോ ഫസ്റ്റ് റോ ആണ്, 3 വരുന്ന കോളം ലാസ്റ്റ് കോളമാണ്. സോ ബാലൻസ് വരുന്നത് 4 5 7 8. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 4 5
7 8. സോ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത് ഇതാണ് 1 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? നേരത്തെ നമ്മൾ ചെയ്ത് എങ്ങനെ ക്രോസ് ഇത് 2/2 ആണല്ലോ ഇതിൻ്റെ ഓർഡർ 2/2 ആണ്. സോ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 9 ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് 8 ഇൻറ്റു 6 അല്ലേ? 5 ഇൻറ്റു 9 മൈനസ് 8 ഇൻറ്റു 6 നേരത്തെ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി പറഞ്ഞു 2/2. ഓക്കെ, ഇത് മൈനസ് 2 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? 2/2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 9 മൈനസ് 7 ഇൻറ്റു 6 4 ഇൻറ്റു 9 മൈനസ് 7 ഇൻറ്റു 6. ഇനി പ്ലസ് 3 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 2/2 ആണ്. ഡിറ്റർമിനൻറ്റ് എന്ത് വരും? 4 ഇൻറ്റു 8 മൈനസ് 5 ഇൻറ്റു 7 4 ഇൻറ്റു 8 മൈനസ് 5 ഇൻറ്റു 7. ഓക്കെ, ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ. എന്ത് വരും? 1 ഇൻറ്റു 5 ഇൻറ്റു 9 ഈക്വൽ ടു 45 മൈനസ് 8 ഇൻറ്റു 6 ഈക്വൽ ടു 48 8 ഇൻറ്റു 6 ഈക്വൽ ടു 48 മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു 9 4 ഇൻറ്റു 9 എന്ത് വരും? 36 മൈനസ് 7 ഇൻറ്റു 6 7 ഇൻറ്റു 6 ഈക്വൽ ടു 42 പ്ലസ് 3 ഇൻറ്റു 4 ഇൻറ്റു 8 4 ഇൻറ്റു 8 ഈക്വൽ ടു 32 മൈനസ് 5 ഇൻറ്റു 7 5 ഇൻറ്റു 7 ഈക്വൽ ടു 35. ഓക്കെ, 5 ഇൻറ്റു 7 ഈക്വൽ ടു 35. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 1 ഇൻറ്റു 45 മൈനസ് 48 ഈക്വൽ ടു മൈനസ് 3. അതായത് 45 എന്ന് 48 മൈനസ് ചെയ്താൽ വരുന്നത് മൈനസ് 3 ആണ്. മൈനസ് 2 ഇൻറ്റു 36 മൈനസ് 42 36 മൈനസ് 42 ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 3 ഇൻറ്റു 32 മൈനസ് 35 ഈക്വൽ ടു മൈനസ് 3 32 മൈനസ് 35 ഈക്വൽ ടു മൈനസ് 3. ഓക്കെ, നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. 1 ഇൻറ്റു മൈനസ് 3 ഈക്വൽ ടു മൈനസ് 3 മൈനസ് 2 ഇൻറ്റു മൈനസ് 6 മൈനസ് 2 ഇൻറ്റു മൈനസ് 6 മൈനസ് 2 ഇൻറ്റു മൈനസ് 6 ഈക്വൽ ടു പ്ലസ് 12 പ്ലസ് 3 ഇൻറ്റു മൈനസ് 3 3 ഇൻറ്റു മൈനസ് 3 ഈക്വൽ ടു മൈനസ് 9 അതായത് 3 ഇൻറ്റു മൈനസ് 3 ഈക്വൽ ടു മൈനസ് 9. അതായത് ഈ പ്ലസിനെ ഈ മൈനസ് ഡൊമിനേറ്റ് ചെയ്യും. അതായത് 3യും മൈനസ് 3 ഇൻറ്റു മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 9 ആണ്. മൈനസ് 9 ആയതുകൊണ്ട് ഈ പ്ലസിനെ ഈ മൈനസ് ഡൊമിനേറ്റ് ചെയ്തിട്ട് എന്തോ മൈനസ് 9 ആയി മാറും. നമുക്കത് ചെയ്ത് നോക്കാം. ഇതെന്ത് വരും? മൈനസ് 3 പ്ലസ് 12 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 12 ഈക്വൽ ടു എന്ത് വരും? 9 വരും. 9 മൈനസ് 9 ഈക്വൽ ടു 0. അതായത് മൈനസ് 3 പ്ലസ് 12 ഈക്വൽ ടു 9 ആണ്. 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. സോ നമ്മൾ ഈ പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വന്നത് വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാനുള്ള സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് റോ ചൂസ് ചെയ്യുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ആ എലമെൻറ്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് മൈനസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് ആ എലമെൻറ്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് ആ എലമെൻറ്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അത്രേ ഉള്ളൂ. ആ ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് വരുന്നത് എപ്പോഴും ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് ഓരോതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഓരോ 2/2ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ -3 ആണ്, ഇതിൻ്റെ -6 ആണ്, ഇതിൻ്റെ -3 ആണ്. ഇത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഒരെണ്ണം കൂടി ഞാൻ ചെയ്യാം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെ ഓക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ ജസ്റ്റ് ഒന്നും കൂടി ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടി എന്താവും നമുക്ക് ഓക്കെ ആയിട്ട് മാറും. ഓക്കെ, ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ടെക്സ്റ്റിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്. a ഈക്വൽ ടു 21 minus 1 1 1 1 1
1 - 2 - 3 1 - 2 - 3. ഓക്കെ, ഇത് ഓർഡർ എന്താണ്? 3/3 ആണ്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ, അതായത് എ പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. അത് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് യൂസ് ചെയ്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ആരാ? ഫസ്റ്റ് റോ ചൂസ് ചെയ്യുക. അതിൽ തന്നെ ഫസ്റ്റ് എലമെൻറ്റ് 2 ഇൻറ്റു ആ 2 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ബാലൻസ് വരുന്നത് എന്താണ്? 1 1 - 2 - 3 1 1 - 2 - 3 അതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇനി നെക്സ്റ്റ് സൈൻ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ? ഫസ്റ്റ് ഇവിടെ പ്ലസ് ആണ്, നെക്സ്റ്റ് എന്ത് കൊടുക്കണം? മൈനസ് 1, അതായത് 2 കഴിഞ്ഞു, അടുത്ത എലമെൻറ്റ് -1 ഇൻറ്റു അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ ബാലൻസ് എന്താ വരിക? 1 1 1 - 3 1 1 1 - 3 പ്ലസ് അടുത്ത എലമെൻറ്റ് +-1. ഇവിടെ ഈ പ്ലസും -1 ഒരുമിച്ച് വന്നതിൽ കൺഫ്യൂസ്ഡ് ആയി പോരുത്. ഇത് നമ്മൾ ആ പ്രൊസീജിയറിൽ ഇട്ട് കൊടുക്കുന്ന സിമ്പലാണ് ഈ പ്ലസ്. അതായത് ഫസ്റ്റ് പ്ലസ് ഇടുക, പിന്നെ മൈനസ് ഇടുക, പിന്നെ പ്ലസ് ഇടുക. ഇതാണ് അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ. ഇനി അതിൻ്റെ കൂടെ ഇവിടെ വന്ന എലമെൻറ്റ് -1 ആയതുകൊണ്ടാണ് ഇവിടെ -1 എടുത്ത് എഴുതിയത്. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ആ നമ്പർ ഇവിടെ എഴുതുള്ളൂ. ഇവിടെ -1 ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയത്? -1 എഴുതിയത്. അപ്പോൾ +-1 ഇൻറ്റു -1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നത് എന്താണ്? ഈ റോയും -1 ഇവിടെ അല്ലേ വന്ന്. അപ്പോൾ ഈ റോയും ഈ കോളും ഡിലീറ്റ് ചെയ്താൽ ബാലൻസ് വരുന്നത് 1 1 1 - 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 2/2 ആണല്ലോ. 2/2 ആകുമ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? 1 × -3 -1 × -2 അല്ലേ? 1 × -3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1 × -3 -1 × -2. ഓക്കെ, പിന്നെ -1 ഇത് ഞാൻ ഇവിടെ എഴുതി ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 1 × -3 -1 × 1. ഓക്കെ അല്ലേ? 1 × -3 ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. 1 × -3 -1 × 1. ഓക്കെ, പിന്നെ ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നുകൊണ്ട് മൈനസ് ഡൊമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മൈനസ് ഇട്ടാൽ മതി. കാരണം ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ മൈനസ് ഡൊമിനേറ്റ് ചെയ്യും. -1 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 1 × -2 -1 × 1. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻ്റ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സിമ്പിളായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 1 × -3 = 1 × -3 = -3 1 × -2 = -2. ആ -2 ഈ -1 എന്താവും? +2. ഓക്കെ അല്ലേ? അതായത് 1 × -3 -3. ഇനി 1 × -2 എന്ന് പറയുന്നത് -2 ആണ്. 1 × -2 എന്ന് പറയുന്നത് -2 ആണ്. ആ മൈനസും ഇവിടെ വരുന്ന മൈനസും തമ്മിൽ എന്തായി മാറും? പ്ലസ് ആവും. സോ +2. പിന്നെ -1 × -1 = -3 -3 -1 × 1 = 1 -1 × 1 -1 × -2 -1 × -2 -1 1 × 1 1 1 × -2 -2. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്ത് വരും? -3 + 2 -3 + 2 = -1 -1 ഇൻറ്റു -3 - 1 -3 - 1 എന്ന് പറയുമ്പോൾ -3 എന്ന് കൊണ്ട് 1 പിറകിലോട്ട് പോകണം. -3 എന്ന് 1 പിറകിലോട്ട് പോകുമ്പോൾ -4 -1 ഇൻറ്റു -2 - 1 = -3. അതായത് -2 എന്ന് വീണ്ടും 1 പിറകിലോട്ടാണ് പോകുന്നത്. സോ ഇറ്റ്സ് ഈക്വൽ ടു -3. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 2 × -1 = -2 -1 × -4 -1 × -4 = +4 -1 × -3 = +3. അതായത് 2 × -1 = -2 -1 × -4 -1 × -4 = 4 -1 × -4 = 3 രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. അതിലേക്ക് ശ്രദ്ധിക്കണം. -1 × -3 = 3 ആണ്. -1 × -4 = 4 ആണ്. 2 × -1 = -2 ആണ്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? -2 + 4 -2 + 4 = 2 + 3 2 + 3 = 5.
സോ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്, ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇത് 3/3 മെട്രിക്സ് ആണ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 5 ആണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഒരു 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക. നമ്മൾ 2/2 പറഞ്ഞു, 1/1 പറഞ്ഞു. 1/1 ആണെങ്കിൽ എന്താണോ മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള വാല്യൂ അത് തന്നെയായിരിക്കും ഡിറ്റർമിനൻറ്റ്. 2/2 ആണെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 3/3 ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് റോ ചൂസ് ചെയ്യുക, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, അത് വരുന്ന ആ എലമെൻറ്റ് ഇൻറ്റു അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് മൈനസ് നെക്സ്റ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യുക, ഫസ്റ്റ് റോയിൽ നെക്സ്റ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യുക, ഇൻറ്റു അത് വരുന്ന റോയും കോൾ ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് ചൂസ് ചെയ്യുക, ഇൻറ്റു അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഇതാണ് 3/3ൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനുള്ള പ്രൊസീജിയർ. സോ ഈ ഒരു 3 കേസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെൽഫായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മെട്രിക്സുകൾക്ക് ചില സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഡിറ്റർമിനൻസിൻ്റെ കേസും. ഡിറ്റർമിനൻസുകൾക്കും ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒരു 6 പ്രോപ്പർട്ടീസാണ്. അതായത് ഒരു 6 പ്രോപ്പർട്ടീസാണ്. സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ജസ്റ്റ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കി വെക്കാൻ മാത്രമുള്ള ചില പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഒരു മെട്രിക്സ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെട്രിക്സുകളുടെ കേസിൽ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ റോസും കോളംസും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അതായത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്നത് മെട്രിക്സ് 1 2 3 4 ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു 1 2 3 4 ആണ്. അതായത് ഫസ്റ്റ് റോനെ നമ്മൾ എന്താക്കി ചെയ്താൽ, ഫസ്റ്റ് കോളം ആക്കി ചെയ്താൽ, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കി ചെയ്താൽ. അപ്പോൾ നമുക്ക് പറയാനുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി തരാം. ഇഫ് all the rows and columns of a matrix is interchanged. If all the rows and columns of a matrix is interchanged, then the value of determinant does not change. Then the value of determinant does not change. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. അതായത് നമ്മൾ മെട്രിക്സിൻ്റെ റോസും കോളംസിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഡിറ്റർമിനൻ്റ് വാല്യൂവിൽ ചേഞ്ച് വരില്ല. അത് സിമ്പിളായിട്ട് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറിന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ട്രാൻസ്പോസ്. അതായത് ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും ഡിറ്റർമിനൻ്റ് എയും ഡിറ്റർമിനൻ്റ് എ ട്രാൻസ്പോസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും ഈക്വൽ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 2/2 വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ത് വരും, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും, 1 4 1 2 3 4. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, 1 × 4 - 3 × 2. 1 × 4 - 3 × 2. അതിൻ്റെ ആൻസർ എന്ത് വരും, 4 - 6 = -2 ആണല്ലോ. അതായത് 4 - 6 = 1 × 4 4, 3 × 2 6, മൈനസ് ഉണ്ട്, 4 - 6 = -2. ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താ കണ്ടുപിടിക്കാം. ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 1 × 4, ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 1 × 4 - 3 × 2. 1 × 4 - 3 × 2 = 4 - 6. 4 - 6 = -2. അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക.
ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റും മാറ്റമൊന്നുമില്ല, ചേഞ്ച് ഇല്ല. നിങ്ങളിപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണതിന് പകരം നിങ്ങൾ മാറി അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുത്തു. അപ്പോൾ വറീഡ് ആവുമൊന്നും വേണ്ട, ഡിറ്റർമിനൻറ്റ് മാറ്റമൊന്നും വരില്ല. ഓക്കെ, മറ്റ് ചില പ്രോപ്പർട്ടീസിന് മാറ്റം വന്നെങ്കിലേ ഉള്ളൂ, ഡിറ്റർമിനൻറ്റിൽ എന്ത് വരില്ല, മാറ്റം വരില്ല. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയി പോകും. നമ്മൾ ഓൾറെഡി 3/3 ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇതാണ്: a = 1 6 5 3 2 1 -2 0 -3. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? എ ട്രാൻസ്പോസ് = 1 6 5 3 2 1 -2 0 -3. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ രണ്ട് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? ഡിറ്റർമിനൻറ്റ് എ = ഡിറ്റർമിനൻറ്റ് എ ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ബുദ്ധിമുട്ടില്ലാത്ത കേസാണ്. 3/3 ആണ്. 3/3 ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: ട്രാൻസ്പോസും ഒരു മെട്രിക്സും അതിൻ്റെ മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻസ് സെയിം ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇനി അടുത്തത് നമുക്ക് പറയാൻ ഉള്ളത്, അതായത് പ്രോപ്പർട്ടി നമ്പർ 2. പ്രോപ്പർട്ടി 2 പറയുന്നത്, ഇഫ് എനി 2 rows or columns of a determinant are interchanged, the value of determinant remains same. The value of determinant remain same, but the sign is reversed. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ഏതെങ്കിലും 2 റോസിനെ ഞങ്ങൾ പരസ്പരം മാറ്റി കൊടുത്തു. അതായത് ഫസ്റ്റ് റോ ഞങ്ങൾ സെക്കൻഡ് റോയും സെക്കൻഡ് റോയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ഡിറ്റർമിനൻറ്റിൽ മാറ്റം വരില്ല, പക്ഷേ അതിൻ്റെ സൈനിൽ ചെറിയ മാറ്റം വരും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 5 ആണ് എന്ന് വിചാരിക്കും, 5 ആണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും 2 റോസിനെ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിറ്റർമിനൻറ്റിൽ 5 ഉണ്ടാവും, പക്ഷെ വെറും 5 ആയിരിക്കില്ല, ഡിറ്റർമിനൻറ്റ് -5 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒറിജിനൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് -5 ആണെങ്കിൽ നിങ്ങൾ 2 റോസിനെ ഇങ്ങനെ തല തിരിച്ചു വെച്ചാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 5 ആയിരിക്കും. അതായത് ഡിറ്റർമിനൻറ്റ് വാല്യൂ മാറ്റം വരില്ല, പക്ഷേ സൈനിൽ എന്ത് വരും? ചേഞ്ച് വരുന്നതാണ് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2/2 വെച്ചിട്ട് ശരിയാവുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു മെട്രിക്സ് എടുത്തു, a = 1 2 3 4 തന്നെ എടുക്കാം നമുക്ക്. 1 2 3 4 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ്? ഡിറ്റർമിനൻറ്റ് a = 4 1 × 4 - 2 × 3 = 4 - 6 = -2. ഓക്കെ, ഡിറ്റർമിനൻറ്റ് -2 ആണ്. ഞാൻ ഇതിലെ 2 റോസിനെ തിരിച്ചു വെക്കുകയാണ്. ഇതിപ്പോൾ ആകെ 2 റോസേ ഉള്ളൂ. ആ 2 റോസിനെ ഞാൻ തിരിച്ചു വെച്ചു. അപ്പോൾ ഞാൻ പുതിയൊരു മെട്രിക്സ് എഴുതി, b = അതായത് ഫസ്റ്റ് റോനെ സെക്കൻഡ് റോ ആക്കി പ്ലേസ് ചെയ്യുക, സെക്കൻഡ് റോനെ ഫസ്റ്റ് റോ ആക്കി പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3 4 1 2. നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻറ്റ് b എന്ത് വരും? 3 × 2 - 1 × 4 = 6 - 4 = 2. നോക്കൂ, -2 2. അതായത് ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ഏതെങ്കിലും 2 റോസോ കോളംസോ നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്ത് വിചാരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് പഴയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ അതിലുള്ള ആ സൈനിൽ എന്ത് വരും? മാറ്റം വരും. പഴയത് മൈനസ് ആണെങ്കിൽ പുതിയത് പ്ലസ് ആയിരിക്കും, പഴയത് പ്ലസ് ആണെങ്കിൽ പുതിയത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു 3/3 ഒരു എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3/3 നമ്മൾ എത്ര ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്ക് ഓക്കെ ആയിട്ട് വരും.
ഇതാ ഞാൻ മാട്രിക്സ് ചെയ്താണ് A ഈക്വൽ ടു 1 6 5 3 2 1 -2 0 -3. ഞാൻ B എന്ന് പറയുന്ന മറ്റൊരു മാട്രിക്സ് ചെയ്താണ് -2 0 -3 3 2 1 1 6 5. നമുക്ക് ഈ രണ്ട് മാട്രിക്സും തമ്മിലുള്ള ചേഞ്ച് എന്താ? ഈ രണ്ട് മാട്രിക്സും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റോയും തേർഡ് റോയും തല തിരിച്ചു കൊടുത്തതാണ് ഇത് B എന്ന് പറയുന്ന മാട്രിക്സ് അല്ലേ. എയിൽ ഫസ്റ്റ് റോ 165 ആണ്, ബിയിൽ ലാസ്റ്റ് റോ ആണ് 165 തേർഡ് റോ. എയിൽ തേർഡ് റോ എന്ന് പറയുന്നത് -2 0 -3 ആണ്, എയിൽ ഫസ്റ്റ് റോ ആണ് -2 0 -3. അതായത് അതിനെ രണ്ടിനും ഇങ്ങനെ തിരിച്ചു വെച്ചതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് എന്താ, എന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ബിന്റെ ഡിറ്റർമിനന്റിന്റെ എന്താവും, മൈനസ് ആവും. അതായത് എന്റെ ഡിറ്റർമിനന്റ് ഇപ്പോൾ ഒരു 10 ആണെങ്കിൽ ബിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, -10 ആയിരിക്കും എന്നാണ് പറയുന്നത്. മാറ്റമൊന്നുമില്ല. അതായത് നമ്മൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് രണ്ട് റോസോ കോളംസോ, ഈ റോസ് മാത്രമാണെന്നില്ല കേട്ടോ, കോളംസ് നിങ്ങൾ തലയിരിച്ച് വെച്ചാലും അങ്ങനെ തന്നെ വരിക. രണ്ട് ഇങ്ങനെയുള്ള രണ്ട് കോളംസിനെ നിങ്ങൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്താണോ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾ ആ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ള കോളംസിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വരുന്നത്. അതുപോലെ 3/3 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, ബിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അത് ഷുവറായിട്ടും ഇവിടെ വരുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും താഴെ വരുന്നത് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിലെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. അതായത് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും രണ്ട് റോസോ കോളംസോ ഒരുപോലെ വരികയാണെന്ന് വിചാരിക്കും. അതായത് ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഡിറ്റർമിനന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എക്സാമിൽ ആ മെട്രിക്സിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ചിലപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് റോയും ഒരുപോലെയാണ് മനസ്സിലാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും, ഡിറ്റർമിനന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. അതായത് ഏതെങ്കിലും രണ്ട് റോസ് ഈക്വലായി വന്നാൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഈക്വലായി വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2/10 വെച്ച് ചെയ്യാം. ഇപ്പോൾ 1 2 3 4 1 2 3 4 സോറി, രണ്ട് റോസ് സെയിം ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ 1 2 1 2 കോളംസും സെയിം ആയി വരുന്നുണ്ടല്ലേ. 2/2 എടുത്തുകൊണ്ടാണ്, കുഴപ്പമില്ല. നിങ്ങൾ 3/3 നിങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 3/3 വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആണ്. ഓക്കെ, അതിനാണെങ്കിൽ എന്ത് വരും, ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്താ വരുന്നത്, 1 × 2 - 1 × 2 = 2 - 2 = 2 - 2 = 0. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ജസ്റ്റ് ഒന്ന് ഒരു 3/3 ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് B = ആ ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ഒരു 1 2 3 3 2 1 1 2 3 1 2 3 3 2 1 1 2 3. ഇവിടെ നോക്കി നോക്കൂ, ഫസ്റ്റ് റോയും തേർഡ് റോയും എന്താണ്, സെയിം ആണ്. ഫസ്റ്റ് റോ തേർഡ് റോ രണ്ട് റോസും 1 2 3 ആണ് എലമെന്റ്സ് ഉള്ളത്. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഷുവർ ആയിട്ടും ഡിറ്റർമിനന്റ് വരാൻ പോകുന്നത് എന്താണ്, ഡിറ്റർമിനന്റ് B 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 3/3 ആണ് എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് യൂസ് ചെയ്ത് 1 × അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിന്റെ ഡിറ്റർമിനന്റ്, ഈ റോയും ഈ കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 2 1 2 3 മൈനസ് 2 × ഡിലീറ്റ് ചെയ്തു 3 1 1 3 3 1 1 3 പ്ലസ് 3 × 3 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തു ബാലൻസ് വരുന്നത് 3 2 1 2 3 2 1 2. ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കൂ. 1 × ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ത് വരും, 2 × 3 - 1 × 2 മൈനസ് 2 × 3 × 3 - 1 × 1 പ്ലസ് 3 × 3 × 2 - 1 × 2. ഇതായിരിക്കും ഡിറ്റർമിനന്റ് വരുന്നത്. 2/2 ആണല്ലോ. 2 × 3 - 2 × 1 3 × 3 - 1 × 1 3 × 2 - 1 × 2. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 × 2 × 3 6 - 2 - 2 × 9 - 1 പ്ലസ് 3 × 6 - 2. ഓക്കെ, ഇതെന്തായിരിക്കും വരുന്നത്, 1 × 4 - 2 × 8 പ്ലസ് 3 × 4. ഓക്കെ, 1 × 4 = 4 മൈനസ് 2 × 8 = 16 പ്ലസ് 12 ആണല്ലോ. 1 × 4 = 4 2 × 8 = 16 മൈനസ് ഉണ്ട് -16 3 × 4 =
12 പ്ലസ് ആണ് +12. ഇനി എന്ത് വരും 4 - 16 = -12. അതായത് 4 കുറച്ച് കഴിഞ്ഞാൽ -12 +12 -12 + 12 = -12 + 12 = 0. ഓക്കെ, അതാണ് അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നത്. അത് ഏതെങ്കിലും 2 കോളംസോ ഏതെങ്കിലും 2 റോസോ ഐഡൻറ്റിക്കൽ ആണെന്ന് വിചാരിക്കും. അതിന് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലി വിൽ ബി 0. ഓക്കെ, ഇനി ഇത് ഇപ്പോൾ 2 റോസ് ഐഡൻറ്റിക്കലായി. ഇനി കോളംസ് ഐഡൻറ്റിക്കൽ ആയാലും ഇത് തന്നെ അവസ്ഥ. അപ്പോൾ നമ്മൾ മറ്റൊരു മെട്രിക്സ് എടുക്കുകയാണ്. C = ഒരു 1 2 3 4 ഒരു മെട്രിക്സ് എടുക്കുകയാണ് ഇങ്ങനെ 1 2 3 4 5 6 1 2 3. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും 0. കാരണം ഫസ്റ്റ് കോളം തേർഡ് കോളം എന്താണ് ഐഡൻറ്റിക്കലാണ്, സെയിം ആണ്. ഫസ്റ്റ് കോളം 1 2 3 ആണ്, തേർഡ് കോളം 1 2 3 ആണ്. അപ്പോൾ 2 കോളംസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഷുവറായിട്ടും എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഫോർത്ത് പ്രോപ്പർട്ടിയാണ്. ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെട്രിക്സ് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ആ ഡിറ്റർമിനൻറ്റിലെ ആ മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോനെയോ കോളത്തിനെയോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കിട്ടാൻ പോകുന്ന പുതിയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് പഴയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ഞാൻ എഴുതി കാണിച്ചു തരാം. ഞാൻ ഈ ബോർഡ് വായിക്കുമ്പോൾ ജസ്റ്റ് എങ്ങനെ ഒന്ന് പറഞ്ഞതാണ്, മനസ്സിലായില്ലേ, ബുദ്ധിമുട്ടണ്ട. ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. If all the elements of a row or column of determinant are multiplied by some number. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് if all the elements of a row or column of determinant are multiplied by some number, say k, ഒരു k എന്ന് പറയുന്ന നമ്പർ, then the value of determinant is multiplied by that number. അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ 2/2 വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ a = നേരത്തെ പോലെ തന്നെ എപ്പോഴും എടുക്കണം 1 2 3 4. ഇതിൻ്റെ ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് നമുക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. 1 2 3 4ൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ് -2. ഓക്കെ, 1 2 3 4ൻ്റെ മെട്രിക്സ് ഇതിലൊരു റോനെയോ കോളത്തിനെയോ നിങ്ങളൊരു k വെച്ചിട്ട് ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഞാനൊരു 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് റോ ഇൻറ്റു 5. ഫസ്റ്റ് റോനെ ഞാനൊരു 5 എന്ന് പറയുന്ന നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോ എന്താവും? ഫസ്റ്റ് റോ = 5 10 3 4. 5 10 3 4. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ്? ഡിറ്റർമിനൻറ്റ് എ നമ്മൾ മുന്നേ ചെയ്തതാണ്. 1 × 4 - 3 × 2 = 4 - 6 = -2. ഓക്കെ, അതിനാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഞാൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത് -10 ആയിരിക്കും. -10 ആയിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? ഡിറ്റർമിനൻറ്റ് ഇതിനെ ആ ഒരു ബി എന്ന് എടുക്കാം. ഡിറ്റർമിനൻറ്റ് ബി = എന്ത് വരും? 5 × 4 - 3 × 10. 5 × 4 = 20 - 30 = -10. ഓക്കെ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് എന്തായിരുന്നു? -10 വരും. വന്നതും എന്താണ്? -10. അതൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് റോനെ നിങ്ങൾ ഏത് നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 5 വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ ആണോ? ഇനി റോനെ മാത്രമല്ല കേട്ടോ, കോളത്തിനെ ചെയ്താലും അങ്ങനെ തന്നെ മാറ്റമൊന്നും വരില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ a = 1 2 3 4 അല്ലേ? ഞാൻ സെക്കൻഡ് കോളത്തിന് എടുക്കാം. സെക്കൻഡ് കോളം ഇൻറ്റു 3. സെക്കൻഡ് കോളം ഇൻറ്റു 3. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്കറിയാവുന്നതാണ്. എന്താണ്? -2. അതിനാണെങ്കിൽ സെക്കൻഡ് കോളം ഇൻറ്റു 3 എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും?
1 3 ഇതിന് സെക്കൻഡ് കോളത്തിനല്ല 3 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ 2 × 3 = 6, 4 × 3 = 12. ഇതിനെ ബി എന്ന് എടുക്കാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും എന്നറിയോ? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇറ്റ് വിൽ ബി -6. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 × 12 - 3 × 6 = 12 - 18 = -6. ഓക്കെ, അതായത് ഒന്നുമില്ല, ആ നിങ്ങൾ ഒരു റോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനാണെങ്കിൽ ആ പഴയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ പുതിയ മെട്രിക്സിൻ്റെ എന്ത് കിട്ടും? ഡിറ്റർമിനൻറ്റ് കിട്ടും. ഇതാണ് അടുത്ത ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ പ്രോപ്പർട്ടിയാണിത്. ഓക്കെ, സോ 4 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാനുള്ളത് 5ാമത്തെ പ്രോപ്പർട്ടിക്കാണ്. 5ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് എഴുതിയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 5th പ്രോപ്പർട്ടിയാണ്. അതായത് ഡിറ്റർമിനൻസിൻ്റെ 5ാമത്തെ പ്രോപ്പർട്ടിയാണ്. 5ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്: ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് k ടൈംസ് ദി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് അനദർ റോ ഓർ കോളം ദെൻ ദി വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. അത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച്, ഓക്കെ, നമ്മൾ ആ മെട്രിക്സിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി. ആ ചേഞ്ച് എന്താണ്? നമ്മൾ ആ മെട്രിക്സിലെ ഫസ്റ്റ് റോ എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം, അതിനോട് നമ്മൾ മറ്റൊരു റോയോ കോളമോ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റോ എടുത്തു, അതിനോട് നിങ്ങളൊരു മറ്റൊരു റോ ഒരു 4 5 തവണ ഇങ്ങനെ സം ചെയ്ത് കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയൊരു മെട്രിക്സ് ആയല്ലോ. അതിൻ്റെ ഡിറ്റർമിനൻറ്റും പഴയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും തമ്മിൽ എന്ത് വരില്ല? മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആയി പോകും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെപ്പോഴും എടുക്കുന്ന എടുത്ത് നമ്മൾ പഴക്കം വന്ന ആ ഒരു മെട്രിക്സ് തന്നെ എടുക്കാം. A = 1 2 3 4. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്കറിയാവുന്നതാണ്. ഡിറ്റർമിനൻറ്റ് എന്താണ്? -2 ആണ്. ഞാൻ ഈ മെട്രിക്സിൽ ഈ പറയുന്ന ചേഞ്ച് വരുത്തുകയാണ്. ഈ പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, ഞാൻ ഒരു കോളം ചൂസ് ചെയ്യുകയാണ്. ഞാൻ ഒരു ഫസ്റ്റ് കോളം ചൂസ് ചെയ്തു. ഫസ്റ്റ് കോളം ഏതാണ്? 1 3. ഈ ഫസ്റ്റ് കോളത്തിലേക്ക് ഞാൻ ഈ സെക്കൻഡ് കോളം ഒരു 2 തവണ ആഡ് ചെയ്യാണ്. 2 തവണ, 1 തവണ, 4 തവണ, 10 തവണ, എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ, ഡിറ്റർമിനൻറ്റിൽ ഇത് വരില്ല, മാറ്റം വരില്ല. ഞാൻ ഈ സെക്കൻഡ് കോളം ഒരു 2 തവണ ആഡ് ചെയ്യാണ്. അപ്പോൾ 1നോട് സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാ? 2 ആണ്. അപ്പോൾ 2 ഒരു 2 തവണ ആഡ് ചെയ്തു. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാ? 4 ഒരു 2 തവണ ആഡ് ചെയ്തു. പിന്നെ സെക്കൻഡ് കോളം എന്താണ്? 2 4. അപ്പോൾ ഇത് പുതിയൊരു മെട്രിക്സ് ആയല്ലോ. അതായത് ഞാൻ ഈ മെട്രിക്സും തമ്മിലുള്ള മാറ്റം എന്താ? ഈ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിനോട് ഈ മെട്രിക്സിലെ തന്നെ 2ാമത്തെ കോളം ഒരു 2 തവണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ മെട്രിക്സ് എന്താണ്? 2 + 2 4 + 1 5. ഇവിടെ 2 വരും. 4 + 4 8 + 3 11 4. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഡിറ്റർമിനൻറ്റ് B = 5 × 4 - 2 × 11 = 20 - 22 = -2. മനസ്സിലായോ? അതായത് ഇവിടെ ഞാൻ നോക്കൂ, നിങ്ങൾ ഈ ഫസ്റ്റ് കോളത്തിലോട്ട് സെക്കൻഡ് കോളം ഒരു 2 തവണ ആഡ് ചെയ്ത് കൊടുത്തു. ഡിറ്റർമിനൻറ്റിൽ എന്ത് വന്നില്ല? മാറ്റം വന്നില്ല. 2 തവണ ഡിറ്റർമിനൻറ്റ് എന്താ വന്നത്? -2 തന്നെയാണ് വന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ചും കൂടി വരുത്തി നോക്കാം. A = ഇതല്ലേ, ഞാൻ ഈ ഫസ്റ്റ് റോയിലേക്ക് സെക്കൻഡ് റോ 2 തവണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോയിലേക്ക് സെക്കൻഡ് റോ 2 തവണ ആഡ് ചെയ്യുകയാണെ. 1ലേക്ക് 3 3 2 തവണ. 2 തവണ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആഡ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും സബ്ട്രാക്റ്റും ചെയ്യാം. സബ്ട്രാക്ട് ചെയ്താലും മാറ്റം വരില്ല, ആഡ് ചെയ്താലും മാറ്റം വരില്ല. അപ്പോൾ 1ലേക്ക് 3 2 തവണ ആഡ് ചെയ്തു, 3 3. ഇനി 2ലേക്കും 4 2 തവണ ആഡ് ചെയ്യുക, 4 4. സെക്കൻഡ് റോ അതുപോലെ തന്നെ പ്ലേസ് ചെയ്തു, 3 4. അപ്പോൾ നോക്കും, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് -2 നമുക്കറിയാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? ഇതെന്താ വരിക? 3 + 3 6 + 1 7 8 + 2 10 3 4. ഇനി ഇതെന്ത് വരും? 7 × 4 - 10 × 3. 7 × 4 = 28 - 10 × 3 = 30 = -2. അപ്പോൾ ആ മനസ്സിലായി കരുതുന്നു. 2 3 തവണ എത്ര തവണ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് എന്ത് വരില്ല? മാറ്റം വരില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റിലെ 5th പ്രോപ്പർട്ടി. ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് പറയാനുണ്ട്. അതായത് ഇതിലുള്ള ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ആ ഒരു പ്രോപ്പർട്ടിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ പ്രോപ്പർട്ടീസ് എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ലാസ്റ്റ് പ്രോപ്പർട്ടി, 6th പ്രോപ്പർട്ടി.
if all the of a row ഓക്കെ. സോ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ആർ സം ഓർ ഡിഫറൻസ് ഓഫ് ടു ഓർ മോർ എലമെന്റ്സ് ദെൻ ഡിറ്റർമിനന്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓർ ഡിഫറൻസ് ഓഫ് ടു ഓർ മോർ എലമെന്റ്സ്. അതായത് പരിപാടി സിമ്പിളാണ്. ഒരു ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനന്റിലെ ഒരു റോനെയോ കോളത്തിനെയോ നമുക്ക് ഒന്ന് രണ്ട് എലമെന്റ്സിൻ്റെ സമ്മാക്കി എഴുതാൻ കഴിയും. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സമ്മാക്കി എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിറ്റർമിനെയും രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ സമ്മാക്കി എഴുതാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 1 6 5 3 2 1 -2 0 -3. ഓക്കെ, ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാലോ. എങ്ങനെ 1 6 5നെ 2 + 3 എഴുതാം. അതായത് ഈ 5നെ ഞാൻ എന്ത് എഴുതി 2 + 3. ഇനി 3 2 1നെ എങ്ങനെ എഴുതാം 0 + 1. ഇനി ഈ -3 -2 0 -3നെ എങ്ങനെ എഴുതാം 2 + -5. ഇങ്ങനെ എഴുതാലോ, ഈ രീതിയിൽ എഴുതാലോ, മാറ്റൊന്നും വരില്ലല്ലോ. ഓക്കെ, സോ ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് 1 6 5 3 2 1 -2 0 -3 എന്നുള്ള മെട്രിക്സ് ആണ്. മെട്രിക്സ് ഈ മെട്രിക്സിന് എനിക്ക് ഏത് രീതിയിൽ എഴുതാൻ കഴിയും? 1 6 5നെ എങ്ങനെ എഴുതി 2 + 3. 3 2 1നെ എങ്ങനെ എഴുതി 0 + 1. 0 + 1 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 1 തന്നെയാണ്. ഇനി -2 0 -3. -3നെ എങ്ങനെ എഴുതാൻ കഴിയും 2 + -5. 2 + -5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + -5 = -3. മാറ്റൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് ഉണ്ടല്ലോ, ഇതിനെ ഞാൻ എ എന്ന് എടുത്തു. എ = ഇനി ഇവിടെ നോക്കൂ. ഇവിടെ ഇതിനെ എനിക്ക് ഈ തേർഡ് കോളത്തിനെ ഞാൻ രണ്ട് എലമെൻസുകളുടെ ആക്കിയിട്ടാണ് ഈ തേർഡ് കോളത്തിനെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് ഉണ്ടല്ലോ, ഡിറ്റർമിനന്റ് എ. ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും എന്നറിയും? ഞാൻ എഴുതാം 1 6 2 3 2 0 -2 0 2 പ്ലസ് 1 6 3 3 2 1 -2 0 -5. ഈ രണ്ട് ഡിറ്റർമിനൻറ്റുകൾ സം ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 2/2 വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. 1 2 3 4. ഡിറ്റർമിനൻറ്റ് എന്താണ്? -2 ആണ്, നമുക്കറിയാവുന്നതാണ്. ഇനി ഇതിനെ ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ ഇങ്ങനെ എഴുതി വിചാരിക്കുക. 1 2 + 0 3 2 + 2. ഇങ്ങനെ എഴുതാലോ, മാറ്റൊന്നുമില്ലല്ലോ. കാരണം 4നെ 2 + 2 എന്ന് എഴുതാം, 2നെ 2 + 0 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം, രണ്ട് സമ്മാക്കി എഴുതാം. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം 1 2 3 2. അതായത് ഈ ഫസ്റ്റത്തെ മാത്രം 1 2 3 2. ഇനി രണ്ടാമത്തെ സൈഡ് എടുക്കാം 1 0 3 2 1 0 3 2. ഇനി നോക്കൂ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് സം ചെയ്ത് നോക്കൂ. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിറ്റർമിനൻ്റ് സം ചെയ്ത് നോക്കിയാൽ മതി. ഡിറ്റർമിനൻ്റ് ആണ് നമുക്കിവിടെ ഈ ഒരു ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് സം ചെയ്ത് നോക്കൂ. ഡിറ്റർമിനൻ്റ് എന്താ വരിക? ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് എന്ത് വരും? 1 × 2 - 3 × 2. 1 × 2 - 3 × 2 പ്ലസ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 1 × 2 - 3 × 0. ഇതെന്താണ്? 1 × 2 2 - 6 പ്ലസ്
2 മൈനസ് 0. അപ്പോൾ 2 മൈനസ് 6 ഈക്വൾ ടു -4 പ്ലസ് 2 -4 പ്ലസ് 2 ഈക്വൾ ടു -2. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. ആ ഡിറ്റർമിനൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു റോനെയോ കോളത്തിനെയോ നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാക്കി നിങ്ങൾ മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇങ്ങനെ ഇത് ഒരെണ്ണാക്കി എടുക്കുക, പിന്നെ ഇതും ഒരു മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഡിറ്റർമിനൻസിനെ സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കിട്ടുമെന്നാണ് ആറാമത്തെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റോൻ്റെ തന്നെ ആക്കണം എന്നില്ല, കോളത്തിൻ്റെ തന്നെ ആക്കണം എന്നില്ല. നിങ്ങൾക്ക് റോയെ ആക്കാം, കോളം ആക്കാം, സം തന്നെ ആക്കണം എന്നില്ല. ഡിഫറൻസ് ആക്കി മാറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ എന്താക്കി എടുക്കേണ്ടി വരും? ഡിഫറൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിങ്ങൾ വെറുതെ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 56 ആണ്. 56 ആണ്. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 56 ആണ്. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്. ആ തേർഡ് കോളത്തിനൊന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതി. എന്നിട്ട് നമ്മൾ 2 സൈഡാക്കി എഴുതി. അതായത് ഇതിങ്ങനെ ഒരു സൈഡ്, പിന്നെ ഇതും ഒരു ഡിറ്റർമിനൻ്റ് ആക്കി എഴുതി. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സെപ്പറേറ്റ് കണ്ടിട്ട് അതൊന്ന് പ്ലസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴും 56 ആണ് വരിക. വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. -24ഉം 80 ആണ് വരുന്നത്. -24ഉം -26ഉം 80 ആയിരിക്കും. ടെക്സ്റ്റിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൊണ്ടു. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്ലസ് ചെയ്താലും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. ഇത് ചിലപ്പോൾ ടെക്സ്റ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഡിറ്റർമിനൻറ്റ് തന്നെ ആവണം നിർബന്ധമില്ല. 56 ആണോ എന്നറിയില്ല, ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക്കാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. അതായത് മെട്രിക്സുകളുടെ കേസിൽ അല്ലെങ്കിൽ ഡിറ്റർമിനൻസിൻ്റെ കേസിൽ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കൺസെപ്റ്റ് ഉണ്ട്. അത് മൈനേഴ്സ് ഒരു കൺസെപ്റ്റാണ്, കോഫാക്ടേഴ്സ് മറ്റൊരു കൺസെപ്റ്റാണ്. സോ നമുക്ക് ആ 2 കൺസെപ്റ്റുകളും എന്താണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈനർ. ഈ മൈനറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് എഴുതാണ്. ആ മെട്രിക്സിൽ ഒരു 9 എലമെൻ്റ് ഉണ്ട് വിചാരിക്കുക. 3/3 ആണ് ഓർഡർ. 9 എലമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 9 എലമെൻറ്റുകൾക്കും ഓരോ മൈനറുകളുണ്ട്. ഓക്കെ, അതായത് ഒരു മെട്രിക്സിൽ എത്രയാണോ എലമെൻറ്റ്സ് ഉള്ളത് അത്രയും എണ്ണം എലമെൻറ്റ്സിന് ഓരോ എലമെൻറ്റിനും ഓരോ മൈനറുകൾ പ്രസൻ്റ് ആണ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എടുത്ത് A = നമ്മൾ എടുക്കുന്നതിന് 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കാം. ഓക്കെ, ഈ മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 എലമെൻറ്റ്സ് ഉണ്ട്. 1 ഒരു എലമെൻ്റ് ആണ്, 2 ഒരു എലമെൻ്റ് ആണ്, 3 ഒരു എലമെൻ്റ് ആണ്, 4 ഒരു എലമെൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് അതേതാണ്? 1. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 1. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് ആരാണ്? 2. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 3 ആണ്. സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 4 ആണ്. ഓക്കെ, സോ ഈ എലമെൻറ്റ്സിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേഷൻ ആണ് ഇതൊക്കെ നമ്മൾ മെട്രിക്സിൻ്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ, മെട്രിക്സിൻ്റെ യൂണിറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കേസാണ്. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 1, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 2, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 3, സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 4. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ ഇവിടെ ഇപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ഉണ്ട്. 4 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 4 എലമെൻറ്റ്സിനും ഓരോ മൈനറുകൾ പ്രസൻ്റ് ആണ്. ഇപ്പോൾ A11ൻ്റെ മൈനറിനെ നമുക്ക് M11 എന്ന് ഡിനോട്ട് ചെയ്യും. A11ൻ്റെ മൈനറിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? M11. അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റിൻ്റെ മൈനർ. ആ എലമെൻറ്റ് ഏതാണ്? എലമെൻറ്റ് 1 ആണ്. 1ൻ്റെ മൈനർ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈ ഇത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് ആരാ? 4 ഒരു സിംഗിൾ എലമെൻ്റ് ആണല്ലോ. ആ 4 ഒരു 1/1 ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണ്? 4. ഇനി A12 അത് 2 ആണ്. അപ്പോൾ M12 എന്ത് വരും? ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം അത് 2 ആണ്. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം 2 ആണ്. ഇനി അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ എന്താ വരിക? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും ആണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും, അതായത് 2 വരുന്നത് ഇവിടെയാണ്. 2 വരുന്ന റോ ഡിലീറ്റ് ചെയ്യുക, കോളം ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നത് എന്താണ്? 3. 3ൻ്റെ ഡിറ്റർമിനൻറ്റ് 3 ഒരു സിംഗിൾ എലമെൻ്റ് ആണല്ലോ. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരുന്നത് 3 തന്നെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ, M21 എന്ത് വരും? M21 എന്ന് പറഞ്ഞാൽ
A21 3 ആണ്. A21 3 ആയതുകൊണ്ട് തന്നെ 3 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് 2. M22 എന്ത് വരും? 4 ആണ്. 4 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ ബാലൻസ് വരുന്നത് 1. അപ്പോൾ ഇതാണ് മൈനർ. അപ്പോൾ മൈനർ എന്നുള്ള കൺസെപ്റ്റിനെ ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു. അതായത് നമുക്കൊരു മെട്രിക്സിലൊരു എത്ര എലമെൻ്റ് ഉണ്ടോ അത്രയും മൈനേഴ്സും പ്രസൻ്റ് ആണ്. അതായത് ഒരു മെട്രിക്സിൽ ഇപ്പോൾ നമുക്കൊരു 25 എലമെൻറ്റ്സ് ഉണ്ട് വിചാരിക്കും. 5x5 ഓർഡർ ആണെങ്കിൽ 25 എലമെൻറ്റ്സ് ഉണ്ടാവും. 25 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 25 മൈനേഴ്സും പ്രസൻ്റ് ആണ്. ഓക്കെ, ഓരോ മൈനറും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്കൊരു പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ മൈനർ കിട്ടണം. ഇപ്പോൾ ഒരു A23 സെക്കൻഡ് റോയിൽ തേർഡ് കോളത്തിലുള്ള എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കണം. അതിനാണ് നിങ്ങൾ ആ സെക്കൻഡ് റോയിൽ തേർഡ് കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നതിൻ്റെ ഒരു മെട്രിക്സ് ആക്കി എഴുതുക. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് അതാണ് ആ എലമെൻറ്റിൻ്റെ മൈനർ. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3x3 വെച്ചിട്ടൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്കൊരു ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു മെട്രിക്സ് 7 5 9 3 8 4 6 2 1. ഇതിൻ്റെ മൈനർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫൈൻഡ് മൈനസ് ഓഫ് A32 A32 A23. A32ൻ്റെയും A23ൻ്റെയും മൈനേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. A32 എന്ന് പറഞ്ഞാൽ എന്താ? A32 is the element in third row and second column. Third row, second column. Third rowയിലും സെക്കൻഡ് കോളത്തിലും വരുന്ന ആരാ? 2. അപ്പോൾ A32 എന്ന് പറയുന്ന ആരാണ്? A32 = 2 ആണ്. 2ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ M32. M32 എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ഇത് വരുന്ന റോ ഇതാണ്, കോളം ഇതാണ്. ബാക്കി വരുന്ന ആരാ? 7 9 3 4. 7 9 3 4. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 74 minus 3 into 9, അതായത് 28 minus 27 equal to 1. 28 minus 27 equal to 1. അപ്പോൾ A32ൻ്റെ മൈനർ എന്ന് പറയുന്ന M32 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A23ൻ്റെ മൈനർ. A23 എന്ന് പറയുന്ന ആരാ? സെക്കൻഡ് റോയിൽ തേർഡ് കോളം. 4ൻ്റെ മൈനർ M23 കണ്ടുപിടിക്കണം. M23 കണ്ടുപിടിക്കാൻ ഈ 4 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. 4 വരുന്ന റോ ഇതാണ്, 4 വരുന്ന കോളം ഇതാണ്. ഡിലീറ്റ് ചെയ്ത ബാക്കി എന്ത് വരും? 7562. 7562ൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 7 into 2 minus 6 into 5 equal to 14 minus 30 equal to minus 16. So M23 equal to minus 16. അപ്പോൾ മൈനർ കണ്ടുപിടിക്കേണ്ട കേസ് ഞാൻ പറഞ്ഞു. നമുക്ക് ഏത് പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ മൈനറാണോ ചോദിച്ചത് ആ പൊസിഷനിലുള്ള എലമെൻറ്റിൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നതിനെ മെട്രിക്സ് ആക്കി എഴുതിയിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അതായിരിക്കും ആ എലമെൻറ്റിൻ്റെ എന്ത്? മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈനർ എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ നമുക്ക് അടുത്തത് പറയാനുള്ള കൺസെപ്റ്റാണ് കോഫാക്ടർ പറയുന്നതിന് മുന്നേ മൈനറിൻ്റെ കേസ് ഒന്നും കൂടി ഓക്കെ ആവണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു എലമെൻറ്റിൻ്റെ മൈനറും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കൊരു A33ൻ്റെ മൈനർ കണ്ടുപിടിച്ച് നോക്കാം. A33 എന്താണ്? 1 ആണ്. തേർഡ് റോ തേർഡ് കോളം ഈക്വൽ ടു തേർഡ് റോ തേർഡ് കോളം 1 ആണ്. അതിൻ്റെ മൈനർ M33. ആ തേർഡ് റോയും തേർഡ് കോളം ഡിലീറ്റ് ചെയ്താൽ മതി. 1 വരുന്ന തേർഡ് റോയും തേർഡ് കോളം ഡിലീറ്റ് ചെയ്താൽ 7538ൻ്റെ ഡിറ്റർമിനൻ്റ് 7538ൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 7 into 8 minus 3 into 5. 7 into 8 equal to 56. 56 minus 15 equal to 41. ഓക്കെ, 41. സോ ഇതായിരിക്കും അതിൻ്റെ എന്ത് വരിക? മൈനർ വരിക. അപ്പോൾ ഈ നൊട്ടേഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിനോട്ട് ചെയ്യുന്നത് അതായത് എലമെൻറ്റിനെ ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. മൈനറിനെ ആണെങ്കിൽ നമ്മൾ എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. വെദർ ഇറ്റ് സ്മോളർ ക്യാപിറ്റൽ നോ മാറ്റർ, എം വെച്ചിട്ടാണ് മൈനറിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നൊട്ടേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട്. ഇനി അടുത്ത് പറയുന്ന കൺസെപ്റ്റാണ് മൈനർ. ക്ലിയർ ആയി വിചാരിക്കുന്നു. മൈനർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോഫാക്ടറിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. അടുത്ത കൺസെപ്റ്റാണ് കോഫാക്ടർ.
മൈനറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അടുത്തത് പറയാനുള്ളതാണ് കോഫാക്ടർ. കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് മൈനറിന് സൈൻ കൊടുക്കുക. മൈനറിന് സൈന് അസൈൻ ചെയ്യുന്നതിനെയാണ് കോഫാക്ടർ എന്ന് പറയുക. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞ മെട്രിക്സ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളാക്കി എടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇതാണ് നിൽക്കട്ടോ, ഇത് ഇവിടെ നിന്നോട്ടെ. ഇത് വെച്ചിട്ട് നമുക്ക് കോഫാക്ടർ അതിലേക്ക് കൊണ്ടുവരാം. അതിന് മുന്നേ നമുക്ക് 2/2 വെച്ചിട്ട് പറയാം. ഇപ്പോൾ A = ഒരു 1 2 3 4 ആണ്. ഈ 1 2 3 4 ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു കൺസേൺ ഒന്നും വേണ്ട. ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഏത് മെട്രിക്സ് വേണമെങ്കിലും എടുത്തിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനത് എപ്പോഴും പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു സാധനം ഇതായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്ത് പോകുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് ബോധറിയേണ്ട. അത് നോക്കൂ, A എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 ആണ്. അപ്പോൾ A11 എന്താണ്? ഇറ്റ്സ് 1. M11 എന്താണ്? = 4 ആണല്ലോ. A11ൻ്റെ മൈനർ 4 ആണ്. A11 1 ആണ്. 1 വരുന്ന റോയും കോൾ ഡിലീറ്റ് ചെയ്താൽ ബാലൻസ് വരുന്ന 4 ആണ്. 4 സിംഗിൾ എലമെൻ്റ് ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 4 തന്നെയാണ്. അപ്പോൾ മൈനർ 4. അതായത് A11 മൈനർ 4 ആണ്. ഈ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ കോഫാക്ടറാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെട്രിക്സിൽ ഇപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ടോ ആ 3 എലമെൻറ്റുകൾക്ക് മൈനേഴ്സ് ഉണ്ട്. ആ 3 എലമെൻറ്റുകൾക്ക് കോഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു മെട്രിക്സിൽ ഇപ്പോൾ ഒരു 25 എലമെൻ്റ് ഉണ്ട് വിചാരിക്കുക. 25 മൈനേഴ്സ് ഉണ്ടാവും, 25 കോഫാക്ടേഴ്സ് ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻറ്റ് 1 ആണ്. ഈ 1ൻ്റെ മൈനർ 4 ആണ്. ഇനി ഈ 1ന് ഒരു കോഫാക്ടർ ഉണ്ട്. അതിന് നമ്മൾ ക്യാപിറ്റൽ A11 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചില ടെക്സ്റ്റിൽ C11 എന്നൊക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ A11 എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ A വെച്ചിട്ടാണ് കോഫാക്ടേഴ്സിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല = Aij = -1/i + j × Mij. ഇതാണ് കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് മൈനർ ഇവിടെ A11ൻ്റെ മൈനർ എന്താ? A11ൻ്റെ മൈനർ എന്ന് പറയുന്നത് 4 ആണ്. 4. ഇനി -1/i + j. ഇവിടെ ഐയും j എന്താണ്? 1ഉം 1ഉം. അപ്പോൾ -1/1 + 1 = -1/2. -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ 1 × 4 = 4. ഇതതിൻ്റെ ഫോർമുല വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പരിപാടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ മൈനർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഈ പൊസിഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ A11 എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇവിടെ 1 1. ഈ 1ഉം 1ഉം ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 2 2 ആണ് അല്ലേ? 2 ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്താണോ മൈനർ അത് തന്നെയാണ് കോഫാക്ടർ വരിക. അതായത് 2 നിങ്ങൾ ഈ പൊസിഷൻ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ വരുന്നത് ഈവൻ ആണോ ഓഡാണോ നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ മൈനർ എന്താണോ അത് തന്നെ ആയിരിക്കും ആര്? കോഫാക്ടർ. ഇനി ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക. ഓഡ് നമ്പർ ഞാൻ കാണിച്ചു തരാം. ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ A12 എന്താണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇറ്റ്സ് = 2. അതിൻ്റെ മൈനർ എന്താണ്? M12 = 3 ആണല്ലോ. ഈ റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നത് 3 ആണ്. അപ്പോൾ 3. ഇനി ഇതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. A12 ക്യാപിറ്റൽ A12. അതായത് ഇതിൻ്റെ കോഫാക്ടർ അതാണ് ഈ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയാം? ഈ 1ഉം 2ഉം ആഡ് ചെയ്യാം. 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ 3. 3 ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? 3 ഓഡ് നമ്പറാണ്. 3 ഓഡ് നമ്പർ ആയതുകൊണ്ട് ഈ മൈനറിൻ്റെ സൈന് മാറ്റി കൊടുക്കുക. ഈ മൈനറിൻ്റെ സൈൻ എന്താണ്? ഇത് +3 ആണ്. അതിനെന്താക്കി കൊടുക്കുക? -3 ആക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ മൈനർ എന്തായി? മൈനറല്ല, കോഫാക്ടർ എന്തായി? A12ൻ്റെ ഈ 2ൻ്റെ മൈനർ 3 ആണ്. 2ൻ്റെ കോഫാക്ടർ എന്തായി? -3 ആയി. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. A21 എന്താണ്? 3 ആണ്. അതിൻ്റെ മൈനർ എന്താണ്? M21 = 2 ആണ് അല്ലേ? ഈ റോയും കോളം ഡിലീറ്റ് ചെയ്താൽ ബാലൻസ് വരുന്നത് 2 ആണ്. 2 ഒരു സിംഗിൾ എലമെൻ്റ് ആണ്. സോ 2 തന്നെ. ഇനി അതിൻ്റെ കോഫാക്ടർ A21 കിട്ടണമെങ്കിൽ മൈനർ എടുക്കുക. മൈനർ എടുത്തു. 2 1 ആഡ് ചെയ്യുക. 2 1 ആഡ് ചെയ്താൽ എന്താ? 3 ആണ്. 3 ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? 3 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇവിടെ എന്തിട്ട് കൊടുക്കുക? മൈനസ്. അതായത് സൈൻ എന്താണോ അതിനെ തിരിച്ചു കൊടുക്കുക. ഇനി ഇവിടെ ഓൾറെഡി മൈനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താക്കി കൊടുക്കണം? പ്ലസ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റത്തെ കോഫാക്ടർ കൂടി കണ്ടുപിടിക്കാം. A22 = എന്താണ്? A22 4 ആണ്. M22 എന്ത് വരും? M22 = 1 വരും. അങ്ങനെയാണെങ്കിൽ
അതിൻ്റെ കോഫാക്ടർ എന്ത് വരും? മൈനർ 1 ആണ്. 2 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4. 2 2 ആഡ് ചെയ്താൽ 4 ആണ്. 4 ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ 1 എന്താണോ പ്ലസ് സൈൻ എന്താണോ അത് തന്നെ 1 തന്നെയാണ് അതിൻ്റെ എന്ത് വരിക? കോഫാക്ടർ വരിക. ഓക്കെ, കോഫാക്ടർ 1 തന്നെയാണ്. അപ്പോൾ കോഫാക്ടർ എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വന്നു എന്ന് കരുതുന്നു. കോഫാക്ടർ എന്താണെന്നുള്ളത് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ കോഫാക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയ മെട്രിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ കോഫാക്ടേഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ 2 എലമെൻറ്റിൻ്റെ മൈനേഴ്സിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ കോഫാക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അവിടെ നോക്കൂ. A32 നമ്മൾ കണ്ടുപിടിച്ചു. A32 = 2 ആണ്. M32 നമ്മൾ കണ്ടുപിടിച്ചു. M32 എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ A32, അതായത് ഇതിൻ്റെ കോഫാക്ടർ എന്താണെന്നുള്ളതാണ്. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ മൈനറിന് അതേപോലെ ഇട്ട് കൊടുക്കാം. മൈനറിന് ഇട്ട് കൊടുത്തു. ഇനി 3 2 പ്ലസ് ചെയ്യാം. 3 2 പ്ലസ് ചെയ്യുമ്പോൾ 5. 5 ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? 5 ഈസ് ആൻ ഓഡ് നമ്പർ. 5 ഈസ് ആൻ ഓഡ് നമ്പർ. സോ ഇതിൻ്റെ സൈൻ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതായിരിക്കും എന്ത് വരിക? കോഫാക്ടർ വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ കോഫാക്ടർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ A23 എന്താണ്? A23 = 4 ആണ്. M23 എന്ത് വരും? M23 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. M23 = -16. ഇനി നമുക്ക് A23 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇതിൻ്റെ കോഫാക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ മൈനറിനെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും ഈ 2ഉം 3ഉം പ്ലസ് ചെയ്യാം. ഈ 2 3 ഒക്കെ എന്താ സംഭവം? ഇതൊക്കെ പൊസിഷനാണ് കേട്ടോ. സെക്കൻഡ് റോ തേർഡ് കോളം എന്നുള്ള പൊസിഷനാണ്. അതൊക്കെ മെട്രിക്സിൽ പറഞ്ഞാണ്. ഇനി നമുക്ക് ഈ 2ഉം 3ഉം എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. 2ഉം 3ഉം പ്ലസ് ചെയ്താൽ എന്താ വരിക? 5. 5 ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? 5 ഒരു ഓഡ് നമ്പറാണ്. അതിനാണ് ഇതിൻ്റെ സൈൻ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. ഇവിടെ -16 ആണ്. അതിന് എന്താക്കി കൊടുക്കണം? പ്ലസ് ആക്കി കൊടുക്കണം. മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു മെട്രിക്സിൽ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെ വീണ്ടും വരാം. ഒരു മെട്രിക്സിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടോ അത്രയും മൈനേഴ്സ് പ്രസൻ്റ് ആയിരിക്കും, അത്രയും കോഫാക്ടേഴ്സും പ്രസൻ്റ് ആയിരിക്കും. ഓരോ മൈനർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏത് എലമെൻറ്റിൻ്റെ മൈനറാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ എലമെൻറ്റ് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അതാണ് മൈനർ. ഇനി കോഫാക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മൈനറിനെ എഴുതിയിട്ട് ആ പൊസിഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ആ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ മൈനറിൻ്റെ സൈന് അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക. ഓഡ് നമ്പർ ആണെങ്കിൽ മൈനറിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോഫാക്ടർ കിട്ടാവുന്നതായുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റ്. മൈനേഴ്സും കോഫാക്ടേഴ്സും എന്താണെന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് കരുതുന്നു. ഓക്കെ നോക്കൂ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡിറ്റർമിനൻറ്റിനെ പറ്റി തന്നെയാണ്. പക്ഷേ നമുക്ക് യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻ വരാറും നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ടാകുന്നത് 3/3 അപ് ടു 3/3 ഓർഡറുള്ള മെട്രിക്സുകൾ വരെയാണ്. നെക്സ്റ്റ് ഇതിൽ ടെക്സ്റ്റിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു 4/4 മെട്രിക്സ് ആണ്. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നൊരു സംഭവം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കൂടുതലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വാല്യൂ ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്താണെന്നുള്ളത് ഞാൻ എഴുതി തരാം. അപ്പോൾ മെട്രിക്സ് ഇതാണ്. ഇവിടെ ഒരു ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് A = 1 2 0 - 1 1 2 0 - 1 3 - 1 4 1 3 - 1 4 1 -2 0 - 3 3 -2 0 - 3 3 ആൻഡ് 4 3 1 2 4 3 1 2. നോക്കൂ, ഇത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യാം, അതിന് പ്ലസ് സൈൻ കൊടുക്കാം. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് ആരാ? 1. 1 പ്ലസ് 1 ഇൻറ്റു 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ്. 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താ? -1 4 1 0 -3 3 3 1 2. ഇനി ഇവിടെ നോക്കൂ, ഇത് എന്താ സംഭവം? 1 ഇൻറ്റു ഇതിന് നമ്മളൊരു പേര് പറഞ്ഞു, തൊട്ട് മുന്നേ ഒരു പേര് പറഞ്ഞു. അതായത് 1ൻ്റെ മൈനറല്ലേ ഇത്? അല്ലേ? 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈനറാണ്. A11ൻ്റെ മൈനറാണ്. അതായത് 1 ഇൻറ്റു M11.
നെക്സ്റ്റ് സൈന് മൈനസ് കൊടുക്കുക, മൈനസ് നെക്സ്റ്റ് ആരാ 2 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? 2 വരുന്ന റോ 2 വരുന്ന കോളം 3 4 1 മൈനസ് 2 മൈനസ് 3 3 4 1 2, അതായത് 2ൻ്റെ മൈനർ 2 ഇൻറ്റു m1 2. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നെക്സ്റ്റ് എലമെൻ്റ് ആരാ? 0 ഇൻറ്റു 0ൻ്റെ മൈനർ, അതായത് m1 3. നെക്സ്റ്റ് ആര് വരും? പ്ലസ് മൈനസ് പ്ലസ് നെക്സ്റ്റ് മൈനസ് മൈനസ് 1 ഇൻറ്റു 1 4 അല്ലേ? a14 ഫസ്റ്റ് റോ ഫോർത്ത് കോളം അതിൻ്റെ മൈനർ m14, അതായത് എന്ത് വരും? -2 നെക്സ്റ്റ് എലമെൻറ്റ് പ്ലസ് 0 ഇൻറ്റു 0 വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് വരും? 3 -1 1 3 -1 1 -2 0 3 4 3 2 -1 ഇൻറ്റു അത് വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് എന്ത് വരും? 3 -1 4 -2 0 -3 4 3 1. ഓക്കെ, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ 4x4 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, സോ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. 4x4 ഇനിയിപ്പോൾ 5x5 ആണെങ്കിലൊക്കെ തന്നെ സംഭവം, പക്ഷേ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുമെന്നേ ഉള്ളൂ. സോ 4x4ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ടെക്നിക്കും ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു മിസ്ലേനിയസ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്യൂരിയസ് ആണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിങ്ങനെ 3x3ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ 3x3 ആണ് വരുന്നത്, ഇവിടെ 3x3 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 ഇതിൻ്റെയൊക്കെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഈ 4x4 ഓർഡറുള്ള ഈ മെട്രിക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? ഡിറ്റർമിനൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത്? a11 ഇൻറ്റു അതിൻ്റെ മൈനർ മൈനസ് a12 ഇൻറ്റു അതിൻ്റെ മൈനർ പ്ലസ് a13 ഇൻറ്റു അതിൻ്റെ മൈനർ മൈനസ് a14 ഇൻറ്റു അതിൻ്റെ മൈനർ. ഈ രീതിയിലല്ലേ ഡിറ്റർമിനൻറ്റ് മുന്നോട്ട് പോകുന്നത്? ആണല്ലോ. ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ മൈനർ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആ റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാലൻസ് വരുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് 3x3 ചെയ്ത് അതേപോലെ തന്നെ മാറ്റമൊന്നുമില്ല. ആ ഒരു 4x4ക്ക് മാറിയതേ ഉള്ളൂ. സോ a11 ഇൻറ്റു അതിൻ്റെ മൈനർ മൈനസ് a12 ഇൻറ്റു അതിൻ്റെ മൈനർ പ്ലസ് a13 ഇൻറ്റു അതിൻ്റെ മൈനർ മൈനസ് a14 ഇൻറ്റു അതിൻ്റെ മൈനർ. ഇനി 3x3 ആണെങ്കിൽ എന്തായിരിക്കും വരിക? 3x3 ഓർഡർ ആണെങ്കിൽ ഏത് വരെ ഉണ്ടാവുള്ളൂ? 3x3 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ആണെങ്കിൽ ഇതുവരെ ഉണ്ടാവുള്ളൂ, a13 വരെ. എന്ത് വരും? a11 ഇൻറ്റു m11 പ്ലസ് മൈനസ് a12 ഇൻറ്റു m12 മൈനസ് a12 ഇൻറ്റു m12 പ്ലസ് a13 ഇൻറ്റു m13. ഓക്കെ, 3x3 ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക ഡിറ്റർമിനൻറ്റ് m1. 3x3 ഓർഡർ ആണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല വരുന്നത്. ഓക്കെ, സോ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കി വെക്കുക. കോഫാക്ടർ എന്താ, മൈനർ എന്താന്നുള്ള കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ആ പ്രോബ്ലം അതാണ് ഇവാലുവേറ്റ് ഒരു മെട്രിക്സ് ഉണ്ട്, ഡിറ്റർമിനൻ്റ് ആണ്. ഇവാലുവേറ്റ് ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ട് 0 ab സ്ക്വയർ ac സ്ക്വയർ 0 ab സ്ക്വയർ ac സ്ക്വയർ a സ്ക്വയർ b 0 b a സ്ക്വയർ b 0 a സ്ക്വയർ b 0 bc സ്ക്വയർ a സ്ക്വയർ c b സ്ക്വയർ c 0 a സ്ക്വയർ c b സ്ക്വയർ c 0. ഓക്കെ, നോക്കൂ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന് ചെറുതാക്കി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഒറ്റയടിക്ക് ഇങ്ങനെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ഇതിനെങ്ങനെ ചെറുതാക്കി കൊണ്ടുവരും. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനൊക്കെ കഴിയും. ചില എലമെൻസിനൊക്കെ പുറത്തേക്ക് എടുക്കാനൊക്കെ കഴിയും. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ റോന്ന് ഇവിടെ 0 ആണ്, അതിനെ വിട്ടേക്ക്. ഇവിടെ എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് രണ്ടൊന്നും ആരെ പുറത്തേക്ക് എടുക്കാം?
എനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് റോന്ന് എനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ ഇവിടെ ബി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, അവിടെ നിന്ന് ബി പുറത്തേക്ക് എടുക്കാം. തേർഡ് റോയിൽ സി 0നെ വിട്ടേക്ക്, ഇവിടെ സീനെ പുറത്തേക്ക് എടുക്കാം. ബാലൻസ് ആരുണ്ടാവുക 0. ഇവിടുന്ന് ഒരു എ പോന്നു, ബാലൻസ് ഉള്ള ബി സ്ക്വയർ ആണ്. ഇവിടുന്ന് എ പോന്നു, ബാലൻസ് ഉള്ള സി സ്ക്വയർ ആണ്. ഇവിടുന്ന് എ പോന്നു, ബാലൻസ് ഉള്ള എ ബി ആണ്. ഇവിടുന്ന് 0, ഇവിടുന്ന് ഇവിടുന്ന് സെക്കൻഡ് റോ നമ്മൾ എന്തെടുത്തത്, സെക്കൻഡ് റോ നമ്മൾ എടുത്തത് ബി ആണ്. ബി എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് എ സ്ക്വയർ ആണ്. ഇനി ഇവിടെ 0 ആണ്, ഇവിടുന്ന് ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് സി സ്ക്വയർ ആണ്. ഇവിടുന്ന് സി പുറത്തെടുത്താൽ ബാലൻസ് എ സ്ക്വയർ, ഇവിടുന്ന് സി പോന്നാൽ ബാലൻസ് ബി സ്ക്വയർ, ഇവിടെ 0. ഓക്കെ, സോ എ ബി സി ഇൻറ്റു ഈ ഒരു രീതിയിൽ വരും. ഇത് നോക്കൂ, ഇതിന്ന് നോക്കൂ, നമുക്ക് വീണ്ടും പുറത്തെടുക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ഫസ്റ്റ് കോളത്തിൽ എ സ്ക്വയർ, സോ എ സ്ക്വയറിനെ പുറത്തെടുക്കാം. സെക്കൻഡ് കോളത്തിൽ ബി സ്ക്വയർ, സോ ബി സ്ക്വയറിനെ പുറത്തെടുക്കാം. തേർഡ് കോളത്തിൽ സി സ്ക്വയർ, സോ സി സ്ക്വയറിനെയും പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും, എ ബി സി ഇൻറ്റു ഇതിന്ന് എ സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ ബാലൻസ് വരുന്നത് എ സ്ക്വയർ പുറത്തെടുത്തു. നമുക്ക് ഒരുമിച്ച് എഴുതാം. എ സ്ക്വയർ പുറത്തെടുത്തു, ഇവിടുന്ന് ആരെ പുറത്തെടുത്തു, ബി സ്ക്വയർ പുറത്തെടുത്തു, ഇവിടുന്ന് ആരെ പുറത്തെടുത്തു, സി സ്ക്വയർ പുറത്തെടുത്തു. ബാലൻസ് വരുന്നത് എന്താണ്, 0. എ സ്ക്വയർ പുറത്ത് പോകുന്നു, സോ 1. എ സ്ക്വയർ പുറത്ത് പോകുന്നു, സോ 1. ബി സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു, 1 0 1. ബി സ്ക്വയർ പോയി 1. സി സ്ക്വയർ ഔട്ട് സൈഡ് പോയി 1 1 0. ഇനി ഇതെന്ത് വരും, എ ഇൻറ്റു എ സ്ക്വയർ എ ക്യൂബ്, ബി ഇൻറ്റു ബി സ്ക്വയർ ബി ക്യൂബ്, സി ഇൻറ്റു സി സ്ക്വയർ സി ക്യൂബ് ഇൻറ്റു 0 1 1 1 0 1 1 1 0. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഉള്ളിൽ കിടക്കുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും, ഡിറ്റർമിനൻ്റ് ആണുള്ളത്, ഡിറ്റർമിനൻ്റ് എന്ത് വരും, 0 ഇൻറ്റു ഞാൻ ഒറ്റയടിക്ക് എഴുതണം, അല്ലെ വേണ്ട, ചെറുതാക്കി എഴുതാം. 0 ഇൻറ്റു 0 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കി വരുന്നത് 0 1 1 0 മൈനസ് 1 ഇൻറ്റു 1 വരുന്നത് ഡിലീറ്റ് ചെയ്താൽ 1 1 1 0 പ്ലസ് 1 ഇൻറ്റു ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 0 1 1 0 1. 0 ഇൻറ്റു ഇത് 0 ആയി പോകും, മൈനസ് 1 ഇൻറ്റു ഇത് 1 ഇൻറ്റു 0 മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 0 1 1 ഇൻറ്റു 1 1. ഓക്കെ, സോ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് 1 മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു 0 0 0 മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 0. എന്ത് വരും, മൈനസ് 1 ഇൻറ്റു 0 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 0 1. സോ 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. സോ 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും, ഫൈനലായിട്ടുള്ള ആൻസർ ഇതിൻ്റെ മാത്രം വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് 2 കിട്ടിയത്. സോ ഫൈനൽ ആൻസർ ഈക്വൽ ടു 2 ഇൻറ്റു എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇതായിരിക്കും ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഫൈനൽ വാല്യൂ ആയിട്ട് വരുന്നത്. സോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കേസാണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം മനസ്സിൽ വെക്കണം. നമ്മൾ ഫസ്റ്റ് റോന്ന് എ പുറത്തെടുത്തു, രണ്ടാമത്തെ റോന്ന് ബി പുറത്തെടുത്തു, മൂന്നാമത്തെ റോന്ന് സി പുറത്തെടുത്തു. പിന്നെ ഫസ്റ്റ് കോളത്തിൽ നിന്ന് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു, രണ്ടാമത്തെ കോളത്തിൽ ബി സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു, മൂന്നാമത്തെ കോളത്തിൽ സി സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. സോ ഈ ഒരു രീതിയിലാണ് അത് വന്നത്. പിന്നെ അവിടെ ഒരു നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റ് വന്നു. ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയത് 2 ആണ്. സോ ആൻസർ വിൽ ബി 2 ഇൻറ്റു എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഓക്കെ നോക്കൂ, നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ഡിറ്റർമിനൻറ്റ് വെച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, അതായത് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് എന്ത് ചെയ്യാൻ കഴിയും, സോൾവ് ചെയ്യാൻ കഴിയും. അതായത് ക്രാമേഴ്സ് റൂൾ അതൊരു മെത്തേഡാണ്, ഒരു ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു അപ്ലിക്കേഷനാണ്. അതായത് ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കുറച്ച് ഇക്വേഷൻസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, ക്രാമേഴ്സ് റൂൾ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഈ ക്രാമേഴ്സ് റൂൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡിറ്റർമിനൻറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഉപയോഗിച്ചിട്ടാണ് ക്രാമേഴ്സ് റൂൾ റൺ ചെയ്യുന്നത്. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഇനി അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് എപ്പോഴും എക്സാമ്പിൾസ് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കൺസെപ്റ്റിനെ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത്. സോ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ നോക്കൂ, എൻ്റെ കയ്യിലൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഇക്വേഷൻ എന്താണ് ഞാൻ കൊടുക്കുന്നത്, ഒരു x മൈനസ് 4y മൈനസ് z ഈക്വൽ ടു 11. ഇത് z ആണ്, 2 ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. മൈനസ് z ഈക്വൽ ടു 11, 2x മൈനസ് 5y
പ്ലസ് 2z ഈക്വൽ ടു 39 പ്ലസ് 2z ഈക്വൽ ടു 39. ഞാൻ 2നെ ഈ രീതിയിൽ എഴുതുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 2z ഈക്വൽ ടു 39. നെക്സ്റ്റ് മൈനസ് 3x പ്ലസ് 2y മൈനസ് 3x പ്ലസ് 2y പ്ലസ് z ഈക്വൽ ടു 1. സോ ഇതാണ് സിസ്റ്റം ഓഫ് എൻ്റെ കയ്യിലുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇതാണ് ഈ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ വരെ ഇങ്ങനെ കാരണം സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. രണ്ട് രീതി നമുക്ക് സോൾവ് ചെയ്യാം. മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡും ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഇനി ക്രാമേഴ്സ് റൂൾ രണ്ട് മെത്തേഡ് ഉണ്ട്. മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് ഉണ്ട്, ക്രാമേഴ്സ് റൂൾ ഉണ്ട്. നിങ്ങളോട് സ്പെസിഫിക് ആയിട്ടൊരു മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡ് നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. അല്ല ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക. മെട്രിക്സ് ഇൻവേഴ്സ് മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആ മെത്തേഡ് ചെയ്യുക. ഇനി അല്ല പ്രത്യേകിച്ച് മെത്തേഡൊന്നും സ്പെസിഫൈഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡ് വെച്ച് സോൾവ് ചെയ്താൽ മതി. എപ്പോഴും സിമ്പിളായിട്ടുള്ള കുറച്ചും കൂടി ക്രാമേഴ്സ് മെത്തേഡാണ് സിമ്പിൾ എന്നാണ് തോന്നുന്നത്. ഓരോരുത്തർക്ക് അനുസരിച്ച് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സോ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ, വൈൻ്റെ വാല്യൂ, സെറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് ഈ ഒരെണ്ണത്തിന് പോരാ, ഈ മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കൊരു എക്സ് വാല്യൂ കിട്ടണം, ഒരു വൈ വാല്യൂ കിട്ടണം, ഒരു സെഡ് വാല്യൂ കിട്ടണം. ഈ എക്സും വൈയും സെഡും ഒക്കെ ഇവിടെ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അതായത് നമുക്ക് കിട്ടിയ എക്സും വൈയും സെഡും യുണീക്ക് ആവണം. അത് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ 11 കിട്ടണം, ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ 39 കിട്ടണം. ഈ ഫോർമുലയിൽ പ്ലേസ് ചെയ്യുമ്പോൾ 1 ആൻസറായിട്ട് വരണം. അങ്ങനെ ഒരു എക്സും വൈയും സെഡും കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ ഒരൊറ്റ നോട്ടത്തിൽ ഒരിക്കലും ഒരാളെ കൊണ്ട് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സും വൈയും സെഡ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ട് അതിനെന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. സോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ 2 മെട്രിക്സ് ആക്കിയത്. 2 മെട്രിക്സ് എന്ന് പറയുന്നത്, ഒരു മെട്രിക്സ് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡാറ്റാസ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിൻ്റെ കോഎഫിഷ്യൻസിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതുക. അപ്പോൾ നോക്കൂ, ഈ മെട്രിക്സ് വരുന്നത് ഡി എന്ന് പറയുന്ന മെട്രിക്സ് ആക്കി എഴുതുക. ഡി എന്ന് പറയുന്നത് വരുന്നത് ഇതാണ് മെട്രിക്സ് ഓർ ഡിറ്റർമിനൻറ്റ്, വട്ട് എവർ ഇറ്റ് ഈസ് നോ മാറ്റർ. ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിറ്റർമിനൻ്റ് ആക്കിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഫസ്റ്റ് ഫോർമുല ഇതാണല്ലോ, അതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ, എക്സിൻ്റെ കൂടെ ആരാളുള്ളത്, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട് എന്നാണ് അർത്ഥം. സോ 1. നെക്സ്റ്റ് ആരാ, -4. നെക്സ്റ്റ് ആരാ, -1. സെഡിൻ്റെ കൂടെ -1. നെക്സ്റ്റ് പോവാം 2 -5 2 -3 2 1. ഇതാണ് നമുക്ക് വേണ്ട ഡി എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനൻറ്റ്. ഡി കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്, ഓരോ എലമെൻറ്റിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് ചെയ്താൽ. ഇനി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സെഡിൻ്റെ ടേം ഇല്ല വിചാരിക്കും. അതായത് x-4y മാത്രമേ ഉള്ളൂ, സെഡ് എന്ന് പറയുന്ന ടേം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒക്കെ നോക്കൂ, സെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആരായിട്ട് കൊടുക്കേണ്ടി വരും, ഇവിടെ 0 വെച്ച് കൊടുക്കേണ്ടി വരും. സോ എക്സ് എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് എഴുതി 1 -4 -1 2 -5 2 -3 2 സെഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്, എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം, സെഡ്. ഈ 3 എലമെൻറ്റ്സ്, ഈ 3 ലെറ്റേഴ്സിന് അല്ലെങ്കിൽ 3 വേരിയബിൾസിന് ആപ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് 11 39 1 വരുന്ന രീതിയിൽ എക്സും വൈ സെറ്റും കണ്ടുപിടിക്കണം. സോ ഡി എന്ന് പറയുന്ന മെട്രിക്സിനെ എഴുതുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് മാറ്റർ. ഡി എഴുതിയത് മനസ്സിലായിട്ടാവും കരുതുന്നു. ഓരോ ഫോർമുലയിലും ഓരോ വേരിയബിളിൻ്റെയും കോഎഫിഷ്യൻസിനെ എടുത്തിട്ടാണ് ഞാൻ ഏത് ഡിറ്റർമിനൻ്റ് എഴുതി, ഡി എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് എഴുതി. ഇനി അടുത്തതായിട്ട് നമുക്ക് 3 ഡിറ്റർമിനൻറ്റും കൂടി കണ്ടുപിടിക്കാണ്ട് D1 D2 D3. ഓക്കെ, D1 എന്ന് പറയുന്നത്, നിങ്ങൾ D1 എന്ന് പറയുമ്പോൾ ഈ ഡിയിലെ ഫസ്റ്റ് കോളം കണ്ടു, ഫസ്റ്റ് കോളം ആരാ, 1 2 -3. അതിൻ്റെ പകരം ഇത് പ്ലേസ് ചെയ്യുക, 11 39 1 പ്ലേസ് ചെയ്യുക. അതായത് ഫസ്റ്റ് കോളത്തിൻ്റെ പകരം ഇത് പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 11 39 1. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതുക. എന്ത് വരും, -4 -5 2 -1 2 1. ഇനി D2 എന്ന് പറയുന്നത്, ഇതിലെ സെക്കൻഡ് കോളത്തിൻ്റെ പകരം ഇത് പ്ലേസ് ചെയ്യുക, സെക്കൻഡ് കോളത്തിൻ്റെ പകരം ഇത് പ്ലേസ് ചെയ്യുക, 11 39 1. സോ അതെന്ത് വരും, D2 = 1 2 -3. അതിൽ ചേഞ്ച് ഇല്ല, സെക്കൻഡ് കോളത്തിന് പകരമാണ് ഇത് പ്ലേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. സോ 11 39 1. തേർഡ് കോളം എന്ത് വരും, -1 2 1. ഇനി D3 എന്ന് പറയുന്നത്
ഇതിലെ തേർഡ് കോളത്തിന് പകരം ഇത് പ്ലേസ് ചെയ്യാം. തേർഡ് കോളത്തിന് പകരം ഇത് പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 -4 11 2 -5 39 -3 2 1 -3 2 1 11 39 -3 11 39 1 -4 -5 2 1 2 ഓക്കെ, ഇതാണ് കറക്റ്റ് വരുന്നത്. ഇനി നമുക്ക് എക്സും വൈയും സെറ്റും അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഓരോ ഡിറ്റർമെൻറ്റുകളാണല്ലോ. ഈ ഡിറ്റർമെൻറ്റുകൾക്കൊക്കെ ഓരോ നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയാം? D1ൻ്റെ വാല്യൂ ഒരു ഡിറ്റർമിനൻ്റ് ആണല്ലോ, അതിനെ D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. D1/D. വൈ കണ്ടുപിടിക്കണമെങ്കിൽ D2/D. സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ D3/D. അപ്പോൾ ചെയ്താൽ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് നമ്മളോട് ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡി എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമുലേൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വേരിയബിൾസിൻ്റെ ഒക്കെ കോഎഫിഷ്യൻസ് പറഞ്ഞാൽ അതിൻ്റെ കൂടുതലുള്ള നമ്പർ മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് തന്നെ ഇട്ട് കൊടുക്കണം. ആ നമ്പേഴ്സിനെ ഒരു ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുക. അതാണ് ഡി. ഇനി ഏതെങ്കിലും ലെറ്റർ പ്രസൻ്റ് അല്ല, അല്ലെങ്കിൽ ലെറ്റർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി D1 എന്ന് പറയുമ്പോൾ ഇതിലെ ഡിയിലെ ഫസ്റ്റ് കോളത്തിനെ ഇതിൻ്റെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. D2 എന്ന് പറയുമ്പോൾ ഡിയിലെ സെക്കൻഡ് കോളത്തിനെ ഇതിലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. D3 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തേർഡ് കോളത്തിനെ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ ഈ ഒരു രീതിയിൽ വരും. ഇനി എന്ത് കണ്ടുപിടിക്കുക? ഡി കണ്ടുപിടിക്കുക. D1 D2 D3 കണ്ടുപിടിക്കുക. D1ൻ്റെ D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ് കിട്ടും. D2നെ D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൈ കിട്ടും. D3നെ D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെറ്റ് കിട്ടും. സോ ഫസ്റ്റ് ഞാൻ ഡി കണ്ടുപിടിക്കുകയാണ്. ഡി എന്ത് വരും? ഡിറ്റർമിനൻ്റ് 3/3ൻ്റെ ഡിറ്റർമിനൻ്റ് എന്താ? 1 × 1 വരുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നത് -5 2 2 1 -4 × റോയും കോളും ഡിലീറ്റ് ചെയ്യുക. ബാലൻസ് വരുന്നത് -2 2 -3 1 പ്ലസ് -1 × 2 -5 -3 2. ഇതാണ് എന്ത് വരുന്നത്? ഡി വരുന്നത്. അതായത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. 1 × -5 × 1 -2 × 2 പ്ലസ് 4 × -2 × 1 -3 × 2 പ്ലസ് -1 × 4 -2 × 2 4. ഞാൻ ഒറ്റയ്ക്ക് എഴുതിയിട്ടുണ്ട്. 2 × 2 4 -3 × -5. ഓക്കെ, അതെന്ത് വരും? സിംപ്ലിഫൈ ചെയ്താൽ 1 × -5 × -5 × 1 -5 -4 പ്ലസ് 4 × -2 ഇത് -6 വരും. -6 മൈനസും പ്ലസ് 6 മൈനസ് ഡൊമിനേറ്റ് ചെയ്യും. -1 × 4 -3 × -5 15 വരും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1 × -5 -4 ഇറ്റ്സ് -9 പ്ലസ് 4 × -2 പ്ലസ് 4 -1 × 4 -15 ഇറ്റ്സ് -9. ഓക്കെ, സോ ഇതെന്ത് വരും? -9 പ്ലസ് 16 പ്ലസ് 9 ഇത് 0 ആയി പോവും. ബാലൻസ് എന്താ വരുന്നത്? 16 തന്നെ അല്ലേ? നോക്കട്ടെ. 34 ആണ് വരുന്നത്. നമ്മൾ ചെയ്ത് കൊടുത്ത് എവിടെയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എവിടെയാണ് വരുന്നത്? 1 × -5 -4 4 × 2 + 6 -4 അവിടെ 2 -1 × 4 ഇവിടെ 2 + 6 ആണ്. 2 + 6 വരാൻ കാരണം എന്താ? ഇവിടെ 2 + 6 8 വരണം. ഇവിടെ -2 ആണോ? -4. ഓക്കെ ഇവിടെ 2 ആണല്ലേ? 2 ആണ്. ഇവിടെ 2 ആണ്. അപ്പോൾ 2 ഇവിടെ 2 അല്ലേ? ഞാൻ എഴുതിയെടുത്ത് മാറിയാണ്. 2 വരും. അപ്പോൾ ഇതെന്ത് വരും? 2 + 6 8 8 × 4 വരും. 8 × 4 വരും. 8 × 4 വരും. 8 × 4 ആകുമ്പോൾ 24 വരും. 24 അല്ലേ? സോറി, 8 × 4 വരുമ്പോൾ 34. 8 × 4 34 വരും. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഡീൻ്റെ വാല്യൂ എന്താണ്? 34. അപ്പോൾ ഡി എന്ത് കിട്ടി? 34 കിട്ടി.
ഇനി നമുക്ക് D1 കണ്ടുപിടിക്കണം, D2 കണ്ടുപിടിക്കണം, D3 കണ്ടുപിടിക്കണം. നിങ്ങൾ ഡിറ്റർമിനൻ്റ് വെച്ച് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. സിമ്പിളാണ്. ഡിറ്റർമിനൻ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒറ്റയടിക്ക് എഴുതുന്നുണ്ട്, ടൈം കളയേണ്ട കരുതിയിട്ടാണ്. D1 എന്ത് വരും? D1 ഇവിടെ -34 ആണ്. D1 -34. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. D2 ഈക്വൽ ടു D2 എന്ന് പറയുന്നത് -170 ആണ്. -170. D3 എന്ന് പറയുന്നത് D3 ഈക്വൽ ടു 272 ആണ്. 272. അപ്പോൾ D1 D2 D3 കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ് കണ്ടുപിടിക്കേണ്ടതെന്നാൽ മതി. D1നെ D കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് -34/34. അതെന്താണ് -34/34 എന്ന് പറഞ്ഞാൽ -1 ആണ്. Y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? Y കണ്ടുപിടിക്കാൻ -170നെ -170/34. D34 അല്ലേ? D2 -170 ആണ്. -170/34 ഈക്വൽ ടു -5 ആണ്. ഇനി D3 കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? D3 272/34. 272/34 എന്ന് പറയുന്നത് അത് ചെയ്ത് നോക്കിയാൽ മതി. 272/34 എന്ന് പറയുന്നത് 8 ആണ്. സോ ഇതായിരിക്കും നമുക്ക് വേണ്ട എക്സ് വൈ സെഡ്. കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അത് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് അതിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതുക, അതിനെ D ആക്കി എടുക്കുക. പിന്നെ ഓരോ കോളവുമായിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് 3 പുതിയ ഡിറ്റർമിനൻസ് എഴുതുക. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ D1നെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Y കണ്ടുപിടിക്കണമെങ്കിൽ D2നെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Z കണ്ടുപിടിക്കണമെങ്കിൽ D3നെ D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? കണ്ടുപിടിക്കാൻ കഴിയുക. ഒരു എക്സാമ്പിളും കൂടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ എക്സാമ്പിൾ. x - 3y -8z ഈക്വൽ ടു -10. പിന്നെ 3x + y - 4z ഈക്വൽ ടു 0. 3x + y - 4z ഈക്വൽ ടു 0. 3x + y - 4z ഈക്വൽ ടു 0. 2x + 5y + 6z ഈക്വൽ ടു 13. 2x + 5y + 6z ഈക്വൽ ടു 13. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ D1 D2 D3 D ഒക്കെ എഴുതാം. അപ്പോൾ D എന്താ വരുന്നത്? D വരുന്നത് ഡിറ്റർമിൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 -3 -8 3 1 -4 2 5 6. ഓക്കെ, D1 എന്താണ് വരുന്നത്? D1 ഫസ്റ്റ് കോളത്തിനെ ഇതുമായിട്ട് റീപ്ലേസ് ചെയ്യാം. എന്ത് വരും? -10 0 13 -3 1 5 -8 -4 6. D2 എന്താണ്? D2 ഈക്വൽ ടു സെക്കൻഡ് കോളത്തിന് ഇതുമായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 3 2 -10 0 13 -10 0 13 -8 -4 6 -8 -4 6. D3 എന്ത് വരും? D3 തേർഡ് കോളത്തിന് ഇതുമായിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 -3 3 1 2 5. ഇനി ഇത് വെച്ച് കൊടുക്കുക. -10 0 13. ഓക്കെ, ഇതാണ് D1 D2 D3. നമുക്കറിയാവുന്ന കേസാണ്. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ആദ്യം? D1/D. Y കണ്ടുപിടിക്കണമെങ്കിൽ D2/D. Z കണ്ടുപിടിക്കണമെങ്കിൽ D3/D. ഇതൊക്കെ ഡിറ്റർമിനൻ്റുകളാണല്ലോ. ആ ഡിറ്റർമിനൻ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ D കണ്ടുപിടിക്കുമ്പോഴും D1 D2 D3 ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആൻസേഴ്സ് ആയിട്ട് വരുന്നത് സീറോസ് ആയിരിക്കും. അതായത് ഇതിൻ്റെ വാല്യൂ 0 ആണ്. D1 എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. D2 എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. D3 എന്ന് പറയുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ്
സൊല്യൂഷൻസ്, അതായത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, നേരത്തെ പോലെ സീറോസ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അവിടെ യുണീക്ക് സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനേ ഉള്ളൂ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ പ്രോബ്ലത്തിൽ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഇതിനൊക്കെ ഡിറ്റർമിനൻസ് ഒക്കെ ക്രാമേഴ്സ് റൂൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ സീറോസ് ആണ് വരുന്നത്. അങ്ങനെ സീറോസ് ആയി കഴിഞ്ഞാൽ D1 D2 D3 ഒക്കെ സീറോ, D ഒക്കെ സീറോ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. അതായത് ഈ സിസ്റ്റം ഓക്കെയാണ്, ഇതിന് സൊല്യൂഷൻ ഉണ്ട്, എക്സിനും വൈക്കും ഇതിനൊക്കെ വാല്യൂസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ ആ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സിനും വൈക്കും സെഡിനും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു രീതിയിൽ വന്നാൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചോദിക്കും എക്സാമിന് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആണോ, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ D1 D2 D3 ഒക്കെ D ഒക്കെ സീറോ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് മനസ്സിലാക്കി വെക്കുക. അതല്ല നേരത്തെ പോലെ പ്രോപ്പറായിട്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതിന് യുണീക്ക് സൊല്യൂഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു കേസ്, ഇത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി കേട്ടോ, സീറോ കിട്ടും. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇനി ഒരുപാട് ടൈം പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാത്തത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നമ്മൾ കുറേ പ്രോബ്ലം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാണ്. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. അതിനൊരു എക്സാമ്പിളും കൂടി എഴുതിയിട്ട് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതാ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് x - 3y + 4z = 3. പിന്നെ നെക്സ്റ്റ് 2x - 5y + 7z = 6. 2x - 5y + 7z = 6. പിന്നെ വരുന്നത് 3x - 8y + 11z = 11. ഇതിനെ സോൾവ് ചെയ്യാൻ പറയും. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ പറഞ്ഞുതരാം. ഇതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ചെയ്യാം. എന്ത് D ആക്കിയിട്ട് കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ചെയ്താൽ 1 - 3 4 2 - 5 7 3 - 8 11. ഇനി D1 എന്ത് വരും, D1 ഫസ്റ്റ് കോളത്തിന് ഇതുമായിട്ട് റീപ്ലേസ് ചെയ്യാം. എന്ത് വരും 3 6 11 -3 -5 -8 4 7 11. D2 എന്ത് വരും, D2 = സെക്കൻഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്യുക. സെക്കൻഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും 1 2 3 3 6 11 3 6 11 4 7 11. ഇനി D3 എന്ത് വരും, D3 = തേർഡ് കോളത്തിനെ റീപ്ലേസ് ചെയ്യാം ഇതുമായിട്ട്. അപ്പോൾ എന്ത് വരും 1 2 3 -3 -5 -8 തേർഡ് കോളം 3 6 11. ഓക്കെ, ഇനി നോക്കൂ, ഇതിൻ്റെ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ D = നമുക്ക് എന്ത് വരും, D = 0 വരും. അതായത് ബാക്കിയൊക്കെ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. D1 വരുന്നത് -2 ആണ്. ഓക്കെ, D1ൻ്റെ കേസ് മാത്രമേ നമുക്ക്. D1 വരുന്നത് -2 ആണ്, ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ എക്സ് നമ്മൾ കണ്ടുപിടിക്കും, എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, D1/D. അപ്പോൾ നോക്കൂ, D0 വന്നു, D0 വന്നു, D1 -2 വന്നു. അപ്പോൾ D1 -2 വന്നുകൊണ്ട് തന്നെ എന്ത് വരും, -2/0. -2/0 എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു നമ്പർ അല്ല. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ വെറുതെ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും മാത്ത് എറർന്നോ അല്ലെങ്കിൽ നോട്ട് പോസിബിൾ എന്നോ എന്തെങ്കിലും കാര്യം വരിക. അപ്പോൾ നോക്കൂ, -2/0 പോസിബിൾ അല്ല. നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ രീതിയിലാണല്ലോ D1/D. അപ്പോൾ D1/D കണ്ടുപിടിക്കുമ്പോൾ D എന്താ നമുക്ക് കിട്ടിയത്, Dൻ്റെ വാല്യൂ 0 ആണ്, ഡിറ്റർമിനൻ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കേസിൽ എന്താണ്, നേരത്തെ കേസിൽ എല്ലാതും 0 ആണ്. D1 Dയും D1 D1 D2 D3 ഒക്കെ 0 ആണ്. അപ്പോൾ അതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസ് എന്താണ്, D 0 ആണ്, പക്ഷേ D1 എന്തല്ല 0 അല്ല. ഇനിയിപ്പോൾ D2 D3 ഒക്കെ 0 അല്ലെങ്കിലും ഓക്കെയാണ്. ചിലപ്പോൾ D2 0 ആവില്ല, ചിലപ്പോൾ D3 0 ആവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിത് XYZ കണ്ടുപിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നോക്കൂ, D 0 വന്നു, പക്ഷേ D1 എന്തല്ല 0 അല്ല. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ D1/D ചെയ്യുമ്പോൾ -2/0. അത് പോസിബിൾ അല്ല. അത് പോസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം എന്താണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതായത് ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് D 0 ആയി വരുന്ന കേസിൽ ബാക്കി D1 D2 D3 നോൺ 0 ആയി വന്നാൽ ആ സിസ്റ്റം എന്തല്ല, കൺസിസ്റ്റൻ്റ് അല്ല. ഇനി എല്ലാതും 0, Dൻ്റെയും D1ൻ്റെ D2ൻ്റെ D3ൻ്റെ ഒക്കെ ഡിറ്റർമിനൻസ് 0 ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഇനി D നോൺ 0 വന്ന് വിചാരിക്കും, D 0 അല്ല, D ഒരു നമ്പർ കിട്ടി നമുക്ക്, 0 അല്ലാത്തൊരു നമ്പർ, അതായത് ഇതിൻ്റെ വാല്യൂ
ഒരു സീറോ അല്ലാത്തൊരു നമ്പർ കിട്ടിയാൽ സൊല്യൂഷൻ കൺസിസ്റ്റൻ്റ് ആണ്, യുണീക്ക് സൊല്യൂഷൻ. അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ടൈപ്പ്, ക്രാമേഴ്സ് റൂൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ക്രാമേഴ്സ് റൂൾ എന്നുള്ളത്. സോ ഇതും കൂടി ഉള്ളൂ ആ ചാപ്റ്ററിൽ. അതോടുകൂടി ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് ഡിറ്റർമിനൻസ് എന്നുള്ള ഈ ഒരു യൂണിറ്റ് എന്താവും, കംപ്ലീറ്റ് ആവുന്നതാണ്.